أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയങ്കരരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസിനികളെ, പടച്ചവൻ അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച പടച്ച റബ്ബിൻ്റെ ഇഷ്ടം ലഭ്യമാകുന്നവരിൽ അള്ളാഹു നമ്മെയും കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷാണ് ഈ ഒരു ഇരുത്തം. ജീവിതത്തിലെ ചില സമയങ്ങളിലെല്ലാം തിരക്കിൽ നിന്ന് മാറി പടച്ചോൻ്റെ ദീന് കേൾക്കാൻ, നമ്മളെ പടച്ച റബ്ബിൻ്റെ സംസാരം കേൾക്കാൻ മനസ്സിനൊരു സമാധാനമാണ്. ഇരുത്തത്തിനും ഈ കേൾവിക്കും ഒരു ആശ്വാസവും ഒരു ആനന്ദവുമുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളാണ് കാരണങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കൂടിയിരിക്കാൻ. പുതിയൊരു കാരണം, ഈ അവധിക്കാലത്ത് നമ്മളൊരു ദഅവ സംരംഭം നമ്മൾ തന്നെ നേതൃത്വം നൽകി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഹ്ലുസുന്ന ആദർശ പ്രയാണം എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഇത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഇത് വേണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നാട്ടുകാർക്കും അയൽവാസികൾക്കെല്ലാം ഈ സമാധാനം ലഭ്യമാകുന്ന ഈ ഒരു ആശയം കിട്ടണം. നമ്മളെ സ്നേഹത്തിൻ്റെ ഭാഗമാണത്. ആ സ്നേഹം നമ്മൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിരവധി അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇക്ബാൽ സാഹിബിൻ്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു ഈ കുടുംബത്തിന് ഖൈറും ബറകാത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കുടുംബം ഒരുപക്ഷേ ഖബറിനടിയിൽ കിടക്കുന്ന വേണ്ടപ്പെട്ടവർ ഉണ്ടാവും ഈ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞവർ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശിഷ്യ ഇങ്ങനൊരു പ്രോഗ്രാം ഒരു വീട്ടിൽ നടക്കുമ്പോൾ അവിടുത്തെ പുരുഷന്മാരെക്കാളും റിസ്ക് എടുക്കുന്നത് സ്ത്രീകളായിരിക്കും. അള്ളാഹു അവർക്ക് ക്ഷമയും സഹനവും ധാരാളമായി പ്രതിഫലവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കരയുന്ന മക്കളും കലഹിക്കുന്ന മാതാപിതാക്കളും എന്നാണ് ഒരു രണ്ട് വാചകങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ട് സെൻറ്റൻസാണ്. ഇന്നത്തെ ഒരു ചിത്രം കിട്ടുന്ന രണ്ട് വാചകങ്ങളാണത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കലഹിക്കുന്ന മക്കൾ എന്താണ് കലഹിക്കാനുള്ള കാരണമെന്നും അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. എന്താണ് അവർക്കൊരു കാരണം ഉണ്ടാവും. ആ കാരണം എന്തെന്നും അത് ചികിത്സിക്കാനുള്ള മാർഗങ്ങളുമാണ്. മാതാപിതാക്കൾ കരയാതിരിക്കണം, അതുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കേണ്ട ഒരു ഏരിയ. ഞാനിത് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു 3 ദിവസം മുമ്പ് ഒരു 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ബാപ്പയെക്കുറിച്ച് അവൻ്റെ ഉമ്മ സംസാരിച്ചൊരു സംസാരം കൊണ്ട് തുടങ്ങുക എന്ന് തോന്നുന്നുണ്ട്. ബാപ്പ എന്താണെന്നറിയില്ല, 1-2 ദിവസമായിട്ട് നല്ല പ്രഷറിലാണെന്നാണ്. സാധാരണ അങ്ങനത്തെ ഒരാളല്ല ബാപ്പ. പക്ഷെ എന്താ അറിയില്ല, ബാപ്പക്ക് വല്ലാത്തൊരു പ്രഷറാണ്. ഇപ്പോൾ വല്ല ചൂടാകുന്നുണ്ട്. ഉമ്മയെ പറയണം, ഉമ്മാനോടാണല്ലോ ചൂടാവുക.
ഉമ്മന്നെ കാരണം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഓന് ഓളെയും കുട്ടികളെയും കൂട്ടിയിട്ട് 2 ദിവസം ടൂറ് പോയി, റിസോർട്ടിലൊക്കെ പോയി ഇന്ന് നല്ല ചിലവ് വരുന്ന രൂപത്തിലാണോ തിരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ലോക്ക് പോയിട്ട് ഓനക്ക് അതൊന്ന് മാറ്റാനുള്ള ചിന്ത ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. ബാപ്പാൻ്റെ പ്രശ്നം അതായിരുന്നു. കാരണം കുടുംബത്തിൻ്റെ ഒരു ശ്രദ്ധ ഓനക്കില്ല എന്നുള്ളതാണ് ബാപ്പാൻ്റെ പരാതി. ഇത് ഒരു വിവാഹം കഴിഞ്ഞ് മക്കളായ ഒരു ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിൻ്റെ അകത്തെ ബാപ്പൻ്റെ പരാതിയാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 4 ആഴ്ച, 1 മാസം മുമ്പ് ഇതേ സമയത്തൊരു യോഗത്തിലിരിക്കുമ്പോൾ 1-ലും-അധികം തവണ, 2-3-ലും അധികം തവണ വേണ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് നിന്നാണ്. അപ്പോൾ കട്ടാക്കി വാട്സപ്പിൽ ചെന്ന് യോഗത്തിലാണ്, നിങ്ങൾ വോയിസോ മെസ്സേജോ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 22 മിസ് കോൾ ഉണ്ട് ഭാര്യൻ്റെ എന്നാണ്. 22 മിസ് കോളൊക്കെ ഭാര്യൻ്റെ കണ്ട ഉറപ്പല്ലേ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. വേഗം തിരിച്ചു വിളിച്ചു നോക്കിയപ്പോൾ 10ാം ക്ലാസ്സുകാരൻ എൻ്റെ ഭാര്യനെ, മോൻ 10ാം ക്ലാസ്സിലാണ്, അവൻ്റെ അമ്മനെ, എൻ്റെ ഭാര്യനെ അവൻ തല്ലിയിട്ടുണ്ട്, 1-2 തവണ കോമ്പസ് എടുത്ത് കുത്തും ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് അർജൻറ്റായി വീട്ടിൽ വരാൻ പറ്റുമോ, വല്ലാത്ത പ്രയാസത്തിലാണുള്ളത് എന്നാണ്. ഞാനൊരു 2 ചിത്രം ഈ ഒരു അടുത്ത ദിവസങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തന്നതാണ്. ഇതല്ലാത്തൊരുപാടുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ച് മാത്രമല്ലെന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടെ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ തലേസാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമ്പോഴാണ്, എന്തെങ്കിലുമൊക്കെ കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാറ് നാട്ടുകാരെക്കുറിച്ചും കുടുംബക്കാരെക്കുറിച്ചും വേറുള്ളവരെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തരം ഇരുത്തങ്ങളിൽ നമുക്ക് കിട്ടുന്നൊരു നേട്ടം എന്താണെന്നൊരു സ്വാർത്ഥത ഇവിടെ ഉണ്ട്. എനിക്ക് എന്നെക്കുറിച്ചൊന്ന് എന്ത് ചെയ്യുക, ചിന്തിക്കാം. നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രമൊന്ന് ആലോചിക്കാം. തിരുത്താനുണ്ടോ, മാറാനുണ്ടോ, ബാപ്പക്കാണോ പ്രശ്നം, ഉമ്മക്കാണോ പ്രശ്നം, അതല്ല ശരിക്കും കുട്ടികൾക്ക് തന്നെയാണോ പ്രശ്നം എന്നൊക്കെ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു വിചിന്തനം നടത്താനുള്ള സമയം കൂടിയാണ് അയൽക്കൂട്ടെന്ന് നമ്മൾ തലക്കെട്ടിടുമ്പോൾ നമ്മൾ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നമ്മൾ നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ മുറ്റത്തിരിക്കലാണ്, അദ്ദേഹം ഒരുക്കുന്ന അല്ലെങ്കിൽ സംഘാടകർ ഒരുക്കുന്ന ഒരു ചായയും കുടിച്ച് അഭിപ്രായം പറഞ്ഞ് പിരിഞ്ഞു പോകാനല്ല, അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കഥ പറയാം. ഒരു തോട്ടത്തിലൂടെ ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോവുകയാണ്. ഒരു കൊമ്പിലിരുന്ന് 2 ഇണക്കിളികൾ കൊക്കുരുമ്മുന്നുണ്ട്. ആ ഒരു സ്നേഹപ്രകടനം കാണുമ്പോൾ തോട്ടത്തിലൂടെ നടന്നു പോകുന്ന ദമ്പതികൾ, ദീർഘകാലമായി കുട്ടികളില്ലാതെ ദാമ്പത്യം മുന്നോട്ട് പോകുന്ന അവർക്ക് ഒന്നുകൂടി മോഹം കൂടുകയാണ്, ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അള്ളാഹിനോടുള്ള പ്രാർത്ഥനയുടെ വിഷയത്തിൽ അവർ ആക്കവും ഊക്കും കൂട്ടി എന്നാണ്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, കുട്ടിനെ കിട്ടാൻ വേണ്ടി, പടച്ചോനെ കുട്ടിനെ തരണേ എന്നുള്ളത്. അവസാനം ആ ഭാര്യ ഗർഭിണിയാവുകയാണ്, ആ ഉമ്മ ഗർഭം ധരിക്കുകയാണ്. ഗർഭം ധരിച്ച സമയത്ത് ആ ഉമ്മ തൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ നേർച്ചയാക്കുന്നുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഉമ്മ നേർച്ചയാക്കുകയാണ് പള്ളിയിലേക്ക്. പള്ളി ബൈത്തുൽ മഖ്ദിസാണ്, മസ്ജിദുൽ അഖ്സയാണ്. ഖുർആൻ പറഞ്ഞു തരുന്നൊരു കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ ഉമ്മ അള്ളാഹുവിലേക്ക് നേർച്ചയാക്കി. ഖുർആൻ പറഞ്ഞത്, ഇത് ഖാലത്ത് ഇംറഅത്തു ഇമ്രാൻ, ഇമ്രാൻ്റെ ഭാര്യ എന്നാണ്. സൂറത്തു ആലുംറാനിലെ കഥയാണിത്. ഇത് ഖാലത്ത് ഇംറഅത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, പടച്ചോനെ എൻ്റെ ഗർഭത്തിലുള്ള കുട്ടിയെ ഞാനിതാ നേർച്ചയാക്കുകയാണ് കേട്ടോ, ഫതഖബ്ബൽ മിന്നി, പടച്ചോനെ എൻ്റെ അടുത്തുനിന്ന് ഇതൊന്ന് സ്വീകരിക്കണേ എന്നായിരുന്നു ആ ഉമ്മ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഗർഭിണിയായി പ്രസവം നടക്കുകയാണ്. പ്രസവം നടന്നപ്പോൾ ജനിച്ചത് പെൺകുഞ്ഞാണ്. അപ്പോൾ സാധാരണ അവിടുത്തെ ഒരു ചര്യപ്രകാരം ആൺകുട്ടികളെയാണ് നേർച്ചയാക്കാറുള്ളത്.
പെൺകുട്ടി ജനിച്ചപ്പോൾ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ പെൺകുട്ടിയാണല്ലോ എന്ന്. അള്ളാഹ് പറഞ്ഞു, ഇത് അള്ളാഹ്ക്കാണല്ലോ ആദ്യം അറിയാം, അള്ളാഹ്ക്ക് അറിയാം അത് പെൺകുട്ടിയാണെന്ന്, ആണ് പെണ്ണിനെ പോലെയല്ല എന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ബൈത്തുൽ മഖ്ദിസിലേക്ക് പെൺകുട്ടിയെ നേർച്ചയാക്കുകയാണ്. ആ കുട്ടിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തരികയാണ്. ഉമ്മ ഹന്ന പേരിടുകയാണ്, വ ഇന്നി സമ്മൈതുഹാ മറിയമ വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പടച്ചോനെ, ഞാൻ എൻ്റെ കുട്ടിക്ക് പേരിടുന്നത് മറിയം എന്നാണ്, മറിയം ബീവിനെ കുറിച്ചാണ്. മറിയം എന്നാണ് ഞാൻ പേരിടുന്നത്. മറിയമിനെ ശൈത്താനിൽ നിന്ന് പടച്ചോനെ നീ രക്ഷപ്പെടുത്തണേ, മറിയമിനുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും നീ ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന. ഞാൻ അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കിട്ടാണ്ട് നമുക്ക് ഇട്ടോളിയും, അത് നമ്മളങ്ങ് എടുത്തേക്കുക. അള്ളാഹുവിനോട് പറയണേ, ഞാൻ എൻ്റെ കുട്ടിയെ പേര് വിളിച്ചിരിക്കുന്നു എന്നാണ്. മറിയം ബീവി പിന്നെ വളർന്നു വരുന്നത് മസ്ജിദുൽ അഖ്സയിലാണ്. രക്ഷകർത്തൃത്വം ഏൽപ്പിച്ചത് അള്ളാഹ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബക്കാരനായിരുന്നു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സംരക്ഷണത്തിലുള്ള മറിയം ബീവിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. ബിസ്മില്ലാ. മറിയം ബീവിയുടെ അടുക്കിലേക്ക് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവേശിക്കുന്ന സമയത്ത് ഖുർആൻ പറയണ, കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ. മറിയമിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ അതാ റിസ്ഖ് കാണുന്നു, ഭക്ഷണം കാണുന്നു. സാധാരണ ആ സമയത്ത് നാട്ടിൽ കിട്ടാത്ത, സീസണിൽ കിട്ടാത്ത ചില ഭക്ഷണങ്ങളും അവിടെ കാണുമ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയോട് ചോദിക്കുകയാണ്, യാ മറിയം അന്നാ ലക്കി ഹാദ, ഇത് എവിടുന്ന മറിയമേ? അപ്പോൾ മറിയം ബീവിയുടെ മറുപടി, ഖാലത്തു ഹുവ മിൻ ഇൻദില്ല, ഇത് അള്ളാൻ്റെ അടുക്കൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നേരിട്ട് ഇറക്കി കൊടുക്കുന്നതാണ് എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ മറിയം ബീവിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കറാമത്തായി നൽകിയ ഭക്ഷണത്തെ മുന്നിൽ കാണുമ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹുനാലിക ദഅ സക്കരിയ റബ്ബ, ആ സ്പോട്ടിൽ വെച്ച് അള്ളാഹു കൊടുത്ത കറാമത്ത് കണ്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഔലിയാക്കളുടെ കൂട്ടത്തിലെ ആളായ മറിയം ബീവിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എനിക്കൊരു കുഞ്ഞിനെ വേണം, കുഞ്ഞില്ല, എനിക്കൊരു കുഞ്ഞിനെ തരണം, എനിക്ക് കുഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ
സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ വെച്ച 1-2 പ്രശ്നങ്ങളുണ്ട്. പടച്ചോനെ, എന്നിൽ നിന്ന് ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ല, ഞാൻ ഉണങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ്. രണ്ടാമത്തേത്, എൻ്റെ ഭാര്യയാണെങ്കിൽ മെഡിക്കലി പ്രസവിക്കാത്തവളുമാണ്. പക്ഷേ വലം അക്കും ബി ദുആഇക റബ്ബി ഷഖിയ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായി തീർന്നിട്ടില്ല എന്നാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. സൂറത്തു മറിയം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും ചില വാചകങ്ങൾ കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്ന മലക്കുകളുടെ ഒരു സംസാരം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. സക്കരിയ, ഞാനിതാ നിനക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ്. ആ കുഞ്ഞിൻ്റെ പേര് യഹ്യ എന്നാണ്. സ്വാഭാവികമായും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, പടച്ചോനെ, എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാനാണ്? പക്ഷെ അള്ളാഹ് പറയുന്നുണ്ട്, അത് അള്ളാഹ് തീരുമാനിച്ചതാണ്, അത് നടപ്പിലാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞാനിതിങ്ങനെ ദീർഘമായി സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ, യഹ്യ എന്നൊരു സന്താനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുകയാണ്. ആ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ച്, മകൻ യഹ്യ നബിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. ആ വർത്തമാനം പറയാനാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. സക്കരിയ നബിക്ക് കുട്ടിയുണ്ടായി, വാർദ്ധക്യത്തിലാണ്, വല്ലാതെ പ്രായമായിട്ടാണ്, പ്രസവിക്കാത്ത ഭാര്യയിലാണ് ആ കുഞ്ഞുണ്ടായിട്ടുള്ളത്. സംരക്ഷിക്കാനും ഒരു വേള തൻ്റെ സന്താനത്തോട് പ്രായം കൊണ്ട് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിവില്ലാതിരുന്നിട്ടും മകൻ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ? വബർറം ബിവാലിദൈഹി. യഹ്യ എന്ന മകൻ തൻ്റെ ബാപ്പക്കും ഉമ്മക്കും പുണ്യം ചെയ്യുന്ന ആളായിരുന്നു. വലം യകുൻ ജബ്ബാറൻ അസിയ, ധിക്കാരിയുമല്ല ധാർഷ്ട്യക്കാരനുമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ബാപ്പ ഉമ്മ എന്നുള്ളത് ജീവിതത്തിലൊരു പ്രധാന അജണ്ടയായി കൊണ്ടു നടക്കുന്ന ഒരു മകനാണ് യഹ്യ അലൈഹിസ്സലാം എന്ന് വിശുദ്ധ ഖുർആൻ യഹ്യ എന്ന അലൈഹിസ്സലാം നല്ല മകനെ സംബന്ധിച്ച് ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊരു മകൻ മറിയം ബീവിയുടെ മകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഒരേ കാലഘട്ടക്കാരാണ്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംരക്ഷണത്തിൽ മറിയം ബീവി വളർന്നു വരുന്നുണ്ട്. യുവതിയായി ഒന്നുകൂടി ഇരുന്നിടത്ത് നിന്ന് കുറച്ചുകൂടി ഹിജാബ് സ്വീകരിച്ച് മറ സ്വീകരിച്ച ആളുകളിൽ നിന്ന് മാറി താമസിക്കുന്നുണ്ട് പ്രായപൂർത്തിയെത്തിയ സുന്ദരിയായ യുവതിയായ മറിയം അലൈഹിസ്സലാം, മറിയം ബീവി. സ്വാഭാവികമായും അള്ളാഹു പറയുന്നുണ്ട്, ഫഅർസൽനാ ഇലൈഹാ റൂഹന ഫതമസ്സല ലഹാ ബശറൻ സവിയ. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറഞ്ഞയക്കുന്നുണ്ട്. ഒരു പെണ്ണിന് ഒരുപാട് മാതൃകകൾ കിട്ടുന്ന ഒരു സാഹചര്യത്തെയാണ് വിശുദ്ധ ഖുർആൻ നമുക്കവിടെ പഠിപ്പിച്ചു തന്നത്. ഒരു പുരുഷരൂപം തൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഒരു തവണ പോലും നോക്കാതെ ഖാലത്ത്, മറിയം ബീവി പറയുന്നൊരു വാചകം ഖുർആൻ പറയുന്നുണ്ട്, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. നീ അള്ളാനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പരമകാരുണ്യകനോട് നിന്നിൽ നിന്നും ഞാൻ ശരണം തേടുന്നു, എന്നെ ഉപദ്രവിക്കരുത്, നീ എന്നിൽ നിന്ന് വിട്ടുപോകണം എന്നായിരുന്നു. ഒരു വേള ആരാണ് എന്ന് നോക്കാനുള്ളൊരു നോട്ടം പോലും മറിയം ബീവിയിൽ നിന്ന് നടന്നിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കിട്ടുക. പക്ഷെ അതൊരു പുരുഷ രൂപമാണ്. ആ രൂപം കണ്ട പാടെ തന്നെ ഫിത്തിന ബാധിക്കാതിരിക്കാൻ വേണ്ടി
റബ്ബിനോട് തേടുന്ന മറിയം ബീവിയെക്കുറിച്ചാണ്. മറിയം അലൈഹിസ്സലാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിശുദ്ധ ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരേയുള്ളൂ. അതിൻ്റെ കാരണം പറയുന്നിടത്ത്, ഒരുപാട് കാരണങ്ങൾ പറയുന്നിടത്ത് ഒരു കാരണം എന്താണെന്നറിയോ? ചാരിത്രശുദ്ധിയാണ് മറിയം ബീവിക്ക് അത്ര ഫള് കിട്ടാൻ കാരണം എന്നാണ്. തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സ്ത്രീകളും പെൺകുട്ടികളും വായിക്കേണ്ട ഒരു ചരിത്രമാണ്. നമ്മുടെ വീടിൻ്റെ അകത്ത് വായിക്കപ്പെടേണ്ട ഒരു സൂറത്താണ് സൂറത്തും മറിയം. പക്ഷേ വന്ന പുരുഷരൂപത്തിലുള്ള മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക്ക് ലി അഹബലക്കി ഗുലാമൻ സക്കിയ, ഞാൻ നിൻ്റെ റബ്ബിൻ്റെ ദൂതനാണ്. അത് കേട്ടപ്പോൾ തന്നെ സമാധാനം, കാരണം എൻ്റെ റബ്ബാണ്. മറിയം ബീവിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സുന്ദരനായ പുരുഷരൂപത്തിൽ വന്നിട്ട് പറയാ, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിൻ്റെ റബ്ബിൻ്റെ ദൂതനാണ്, നിനക്കൊരു കുട്ടിനെ തരാനാ വന്നത് എന്നാണ് അടുത്ത വാചകം. കേട്ടപാടെ മറിയം ബീവി അത്ഭുതത്തോടു കൂടി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാനാണ്? വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയാ, എനിക്ക് ഭർത്താവുമില്ല, ഞാനൊരു മോശക്കാരിയല്ല. രണ്ട് കാരണമാണ് കുട്ടി ഉണ്ടാകാൻ വേണ്ടത്. ആ രണ്ടിലും ഞാൻ വിധേയായിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്കൊരു കുഞ്ഞുണ്ടാകാനെന്ന്. പ്രിയപ്പെട്ടവർ, അടുത്ത വാചകം എന്താണെന്നറിയോ? അത് റബ്ബിൻ്റെ മഹത്വം പരിചയപ്പെടുത്താണ്. ഖാല കദാലിക, നിനക്ക് ഭർത്താവ് ഉണ്ടാവില്ല, നീ ഒരു വ്യഭിചാരിണിയും ആകില്ല, ശരി തന്നെയാണ്. പക്ഷേ ഖാല റബ്ബുക്കി, നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഹുവ അലയ്യ ഹയ്യൻ, നീ ഭർത്താവില്ലാതെ പുരുഷൻ്റെ സ്പർശനമില്ലാതെ നിനക്കൊരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരാണ്. അള്ളാഹ്ക്ക് വലിയ പണിയൊന്നുമില്ല എന്നാണ്. അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിയുമെന്നാണ്. പടച്ചോൻ എല്ലാറ്റിനും കഴിയും. ഭർത്താവില്ലാതെ, ഒരു പുരുഷനില്ലാതെ ഒരു കുഞ്ഞിനെ നിൻ്റെ ഗർഭപാത്രത്തിൽ ഉണ്ടാക്കിയെടുത്ത് ഈ ലോകത്തേക്ക് ജനിപ്പിക്കുക അള്ളാഹ്ക്കൊരു പണിയില്ല. അത് നടക്കുന്നതാണ്. ഇവിടെ നമ്മൾ കാണേണ്ട വേറൊരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഇത് ഔലിയാക്കളുടെ കൂട്ടത്തിൽ പ്രഗത്ഭയായ മറിയം ബീവിക്ക് അള്ളാഹ് നൽകുന്നൊരു കറാമത്താണ്. ഏത്? പുരുഷനില്ലാതെ കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. നമ്മൾ വിചാരിച്ചെന്താന്ന് വെച്ചാൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമുള്ളത് മാത്രമേ കറാമത്തായി കിട്ടുള്ളൂ എന്നാണ്. ഇതെന്ന് നമുക്ക് മനസ്സിലാകുന്നതോ, ഇഷ്ടമില്ലാത്തതും ഔലിയാക്കൾക്ക് അള്ളാഹ് കറാമത്തായി കൊടുക്കും. പക്ഷെ നമ്മളെ നാട്ടിലെ കറാമത്തും നമ്മുടെ നാട്ടിലെ ഔലിയാക്കളും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ സമൂഹം നമുക്ക് സമ്മാനിച്ച വിവരങ്ങൾ പലതും അബദ്ധമായതുകൊണ്ട് നമ്മളത് തിരിച്ചറിയാതെ പോയി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യ. ഔലിയാക്കൾക്ക് അവർ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല കറാമത്തായി കിട്ടുക. അങ്ങനെയാണെങ്കിൽ മറിയം ബീവിക്ക് കിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു കറാമത്ത്. നോക്കി, നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണാഗ്രഹിക്കുമോ? വിശിഷ്യ ദീനി ജീവിതത്തിൽ കൊണ്ടിടക്കുന്നൊരു പെണ്ണാഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം തൻ്റെ ദീനിനെയാണ് നാട്ടുകാർ ചോദ്യം ചെയ്യുക. മറിയം ബീവിയുടെ ചോദ്യം അതാണ്, എനിക്കെങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാനാണ്. അവിടെയാണ് കറാമത്തായി ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ഇടം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത സംഭവങ്ങൾ പിന്നെ വിശദീകരിക്കും. ഞാൻ ആ ചരിത്രം വല്ലാതെ നീട്ടിപ്പറയുന്നില്ല. ഫഹമലത്തുഹു, അങ്ങനെ ഗർഭിണിയാവുകയാണ്, മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ആ യാത്ര, ഗർഭിണിയായ യാത്ര, ഫഅജാഅഹൽ മഖാൽ, പ്രസവ വേദന അവരെ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ്. ഒരു ഈത്തപ്പനത്തടിയുടെ അടുത്തേക്ക്, തലയില്ലാത്തൊരു ഈത്തപ്പനത്തടിയിലേക്ക് തൻ്റെ മുതുക് ചേർത്തു വെച്ച് ഒരു പേറ്റെടുക്കാൻ ഒരു സ്ത്രീയില്ലാതെ മറിയം ബീവി പ്രസവിച്ചു എന്നാ ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രസവം കഴിഞ്ഞ് അള്ളാഹു ആശ്വസിപ്പിച്ചു, മറിയം തിന്നോ കുടിച്ചോ, നിന്റെ ഗർഭത്തിൽ നിന്നും പുറത്തു വന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഉമ്മ എന്ന വല്ലാത്തൊരു നിർവൃതി നിനക്ക് കിട്ടാനുണ്ട്, ആ കൺകുളിർമ നീ അനുഭവിച്ചോ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇനി നീ നാട്ടുകാരിലേക്കാണ് പോകാനുള്ളത്. നിന്റെ നാട്ടുകാരിലേക്ക് നീ പോകുമ്പോൾ ഏതൊരു നാട്ടുകാരിലേക്കും നീ ചെല്ലുന്നത് പോലെ വല്ലാത്ത പീഡനങ്ങൾ മനസ്സിന് ബാധിക്കാനുണ്ട്. അത് തന്നെയായിരുന്നു ഒരു വേള മറിയം ബീവിയും ഭയപ്പെട്ടത്. സ്വന്തം ശരീരത്തിലുണ്ടായ വേദനയേക്കാൾ ഏറെ മറിയം ബീവി പേടിച്ചതും വല്ലാതെ ബേജാറായതും ആ വിഷയത്തിൽ തന്നെയായിരുന്നു. പോയി അള്ളാഹു പറഞ്ഞു കൊടുത്ത പരിഹാരം പറഞ്ഞു, സംസാരിക്കില്ല, എനിക്കിന്ന് നോമ്പാണ്, നിങ്ങളോട് ഞാൻ സംസാരിക്കില്ല. വീണ്ടും തുരുതുര അവർ ചോദിച്ചപ്പോൾ മറിയം ബീവി തൊട്ടിലിലേക്ക് വിരൽ ചൂണ്ടി.
കഥ കേൾക്കാത്തവരല്ല, ചരിത്രം വായിക്കാത്തവരല്ല നമ്മൾ. പക്ഷെ നമുക്ക് ചില ഗുണപാഠങ്ങൾ, അതുകൊണ്ട് ആവർത്തിക്കുന്നത്. വിരൽ ചൂണ്ടിയ തൊട്ടിലിൻ്റെ അകത്തേക്ക് പ്രസവിച്ച് കിടക്കുന്ന അമ്മിഞ്ഞ പാല് നുകരുന്ന ആദ്യ ഘട്ടത്തിലെ ശിശുവിനെ കണ്ട് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, അല്ല മറിയം നീ എന്താ പറയുന്നത് എന്നാണ്. സംസാരിക്കാൻ ആവാത്ത, പ്രായമെത്താത്ത ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൻ്റെ ആദ്യ വാചകം എന്താണെന്നറിയോ? ഇന്നി അബ്ദുല്ലാ, ഇന്നി അബ്ദുല്ലാ. അതാർക്കുള്ള മറുപടിയാണെന്നറിയോ? ലോകത്തുള്ള ഭൂരിഭാഗം വരുന്ന മതവിശ്വാസിയായ മുസ്ലിങ്ങളല്ലാത്തൊരു മതവിശ്വാസികൾക്കുള്ള മറുപടിയാണ് ഇന്നി അബ്ദുല്ലാ, ഞാൻ ദൈവപുത്രനല്ല, അബ്ദുല്ലാ, ഞാൻ അള്ളാൻ്റെ അടിമയാണ്, ഞാൻ അള്ളാൻ്റെ അടിമയാണ്. ആതാനിയൽ കിതാബ് വജഅലനി നബിയ, ഗ്രന്ഥം കിട്ടിയിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുന്ത്, ഞാൻ എവിടെയായിരുന്നാലും ശരി എന്നോട് നിസ്കരിക്കാൻ എൻ്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, സക്കാത്ത് കൊടുക്കാൻ ജീവിതകാലം മുഴുവൻ എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അടുത്ത വാചകം അതാണ് നമ്മുടെ വിഷയം. ഈസാ നബി പറയുന്നു, വബറം ബിവാലിദതി, ഞാൻ എൻ്റെ ഉമ്മനോട്, ഉപ്പല്ലല്ലോ, ഞാൻ എൻ്റെ ഉമ്മയോട് ബർറൻ, പുണ്യം ചെയ്യുന്ന ആളാണ്. ഞാനെന്ന മകൻ, ഈസ എന്ന ഞാൻ എൻ്റെ ഉമ്മയോട് വബറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, എൻ്റെ റബ്ബ് എന്നെ എൻ്റെ ഉമ്മയോട് പുണ്യം ചെയ്യുന്നവനാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ ധാർഷ്ട്യക്കാരനല്ല, അക്രമിയല്ല, എൻ്റെ ഉമ്മയോട് അനുസരണക്കേട് കാണിക്കുന്നവനുമല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരും മകനും മകളും അല്ലാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. മരിച്ചുപോയ ബാപ്പിയമ്മയുള്ളവരുണ്ടാവും, ജീവിച്ചിരിക്കുന്ന ബാപ്പിയമ്മയുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാവും. എല്ലാവരും വായിക്കേണ്ട ഒരു ചരിത്രമാണ്. ഞാൻ എൻ്റെ ഉമ്മക്ക് ബിർറ് ചെയ്യുന്ന ആളാണ് എന്നാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളോട് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ 2 മക്കളുടെ, ആൺമക്കളുടെ ചരിത്രമാണ് പറഞ്ഞത്. നമ്മൾ വായിക്കേണ്ടതാണ്. എങ്ങനെയായിരിക്കണം ആൺമക്കളെന്ന് ഈ 2 ചരിത്രം കുറച്ചുകൂടിയൊക്കെ അഗാധമായി വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ഹിജറയുടെ സന്ദർഭത്തിൽ ഏകദേശം എല്ലാവരും മദീനത്തേക്കുള്ള യാത്ര പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി പ്രവാചകനാണ് പോകാനുള്ളത്. പ്രവാചകനെ കൂടെ കൂട്ടാൻ കളിക്കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അല്ലാഹ്. ആ വിവരം റസൂലുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയിച്ചിട്ടുണ്ട്. യാത്ര പെട്ടെന്നാവണം. ആ ചരിത്രവും സാഹചര്യവും നമ്മുടെ മനസ്സിലുണ്ട്. വളരെ പെട്ടെന്ന് പോകേണ്ട ഒരു യാത്രയാണ്. കാരണം വീടിന് ചുറ്റും ഒരുമിച്ച് കൂടിയ ആളുകളെ ആളുകളുടെ കണ്ണ് മറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലേക്ക്, അന്നത്തെ യസ്രിബിലേക്ക്, ഇന്നത്തെ മദീനത്തു റസൂലിലേക്ക് യാത്രക്കുള്ള ഒരുക്കത്തിന് വേണ്ടി അബൂബക്കറിനെ കൂട്ടാൻ പോയതാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്, യാത്ര പോവുക, സമയം വൈകിക്കാനില്ല. വളരെ പെട്ടെന്ന് പോകേണ്ട യാത്രയാണ്. ഒരു ക്രൈസിസാണ് അവിടെ ഉള്ളത്. എല്ലാം സെറ്റായപ്പോൾ തൻ്റെ പ്രവാചകനും തൻ്റെ ബാപ്പക്കും ഇതൊന്നും അവരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ മാത്രമുള്ള നമ്മുടെ നാട്ടിൽ പറയുന്ന കയറില്ല. മകൾ അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഒരു ഇടപെടലുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹ തൻ്റെ വസ്ത്രത്തിലെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെയുള്ള ഒരു ഒരു ചരടെടുത്ത് അതിനെ 2ആക്കി ഭാഗിച്ച് അത് കെട്ടി 2 ആളെ കയ്യും കൊടുത്ത് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റും നടത്തി 2 ആളെയും പെട്ടെന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പെട്ടെന്ന്, കാരണം വളരെ പെട്ടെന്ന് പോകേണ്ട ഒരു യാത്രയാണ്. അത് കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാപ്പ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. വീട്ടിലെത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയ വിവരമറിഞ്ഞപ്പോൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. മക്കളായ ഞങ്ങൾക്കൊന്നും വെക്കാതെ അവൻ അവൻ്റെയും കാര്യം നോക്കി പോയില്ലേ എന്നൊരു കുറ്റപ്പെടുത്തലിൻ്റെ സ്വരം കേട്ടപ്പോൾ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഒരു ഇടപെടലുണ്ട്. ബാപ്പക്ക് പിന്തുണ നൽകുന്ന ഒരു മകള്. അസ്മാ റളിയല്ലാഹു അൻഹ കുറച്ച് ചിരക്കല്ലെടുത്ത് ഒരു സഞ്ചിയിലിട്ട് അതിങ്ങനെ കിലുക്കി. കാരണം അബൂ ഖുഹാഫക്ക് കണ്ണ് കാണില്ല. നിലത്തിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്, അല്ല വല്യാപ്പേ, ഞങ്ങളെ ബാപ്പ പോയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് സൗകര്യങ്ങളും സമ്പത്തും വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളെ ബാപ്പ പോയിട്ടുള്ളത് എന്ന പിന്തുണ നൽകുന്ന, ദീനിൽ പിന്തുണ നൽകുന്ന ഒരു മകളുടെ ചരിത്രം അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് മക്കളുടെ ചരിത്ര ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ മക്കൾ ഇങ്ങനെയാവണം. നമ്മൾ നമ്മുടെ ബാപ്പക്കും ഉമ്മക്കും ഇങ്ങനെയുള്ള മക്കളായി തീരേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ
നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഇവിടെ മുതിർന്നവരുണ്ട്. ഞങ്ങനെ നോക്കുമ്പോൾ ഒരു 4-5 തലമുറകളിൽ ജീവിച്ച ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ തലമുറകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. പലരും പല കാലഘട്ടത്തിൽ ജീവിച്ചവരും ജനിച്ചവരും മുന്നോട്ട് പോകുന്ന ആളുകളുമാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ അറിയേണ്ടത് പുതിയൊരു കാലത്ത് പുതിയൊരു തലമുറ, നമ്മുടെ വീട്ടിലുള്ള ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾ, അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നിടത്ത് അപാകതകൾ സംഭവിക്കുന്നുണ്ടോ എന്ന തിരിച്ചറിവ് തീർച്ചയായും നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ബിർറ് ചെയ്യുന്നവരായി മാറണം. എന്താണ് അതിന് വേണ്ടത് എന്ന ചോദ്യത്തിന് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പ്രിയപ്പെട്ടവരെ, ഒന്ന്, അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഇങ്ങനെ നമ്മളൊക്കെ പറയുന്ന എല്ലാവരും പ്രശ്നക്കാരാണ് എന്നതല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചുറ്റുവട്ടങ്ങളിൽ ഉണ്ട് എന്നും കുടുംബത്തിൻ്റെ അകത്ത് ഉണ്ട് എന്നും നമ്മുടെ കുട്ടികളിലൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത കുറേ ദുസ്വഭാവങ്ങൾ വേറെ എവിടുന്നൊക്കെ ഓൽക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെയാണ് എന്താണ് അതിൻ്റെ കാരണം. കലഹിക്കുന്ന മക്കൾ ഉണ്ടായിത്തീരുന്നു. കഴിഞ്ഞ 1-1.5 കൊല്ലം മുമ്പാണല്ലോ നമ്മുടെ തെക്ക് ജില്ലയിൽ നിന്ന് ഉമ്മനെയും കൊലപ്പെടുത്തി വീട്ടിൻ്റെ അകത്തുള്ള പല ആളുകളെയും കൊലപ്പെടുത്തി ഇന്നും ജയിലിൽ കഴിയുന്ന ഒരു മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ വായിച്ചത്. ഒന്നുമില്ല, ഇപ്പോൾ ഈ അടുത്തും ഒരു 10-17 വയസ്സുള്ള ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്നുവെങ്കിലും വീട്ടിൽ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെയുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രശ്നം? നമ്മുടെ കുട്ടികളുടെ പ്രശ്നമാണോ? ഒരിക്കലും അല്ല. കാരണം അവർ നമ്മുടേതാണ്. പുതിയൊരു കാലഘട്ടത്തിൽ നമ്മുടെ പള്ളിയിൽ വരുന്ന, നമ്മളൊത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടേതായ സർക്കിളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ നമ്മളെ കണ്ട് ജീവിക്കുമ്പോൾ അവരെങ്ങനെ കേടുവരാനാ? പക്ഷേ കേടുവരുത്തുന്ന ചില ഇസങ്ങൾ എന്തുണ്ട്, നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ വേഗം ചില കാര്യങ്ങൾ പറയണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ നിങ്ങൾ, ലിബറലിസം എന്നുള്ളത് പുതിയൊരു കാലഘട്ടത്തിൽ, എല്ലാ കാലത്തും ഇസ്ലാമിൻ്റെ മറുപക്ഷത്ത് നിൽക്കാൻ ഓരോ കാലഘട്ടത്തിലും പിശാച് ഓരോ ഇസങ്ങളും ഓരോ ആയുധങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ തോന്നിയാസത്തിന് ചുക്കാൻ പിടിക്കുന്ന, തോന്നിയാസം ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇസത്തിൻ്റെ പേര് തന്നെയാണ് ലിബറലിസം. നോക്കൂ നിങ്ങൾ, ഈ ലിബറലിസം നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു 2-3 റൂട്ടിലാണ് അവർ വരിക. ഈ റൂട്ട് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തും. പക്ഷെ കുട്ടികളെന്ത് ചെയ്യൂല, നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അവർക്ക് എന്ത് ചെയ്യില്ല, നന്നാകാൻ ഒരു പ്രേരണയായി തീരുമില്ല. അവിടെ നമ്മളിത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ, ഒരു 3 കാര്യമാണ് ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത്. അത് നിങ്ങൾ നേരെ തന്നെ 1, 2, 3 എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒന്നെന്താണെന്ന് വെച്ചാൽ, ലിബറലിസം പുതിയ തലമുറകളിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, അതിൻ്റെ ഒരു ടെർമിനോളജിയൊക്കെ എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രായോഗികതാവാദം എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതൊക്കെ എനിക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളോട് ചോദിക്കുന്നു, ഞാൻ മദ്യപിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്തിരുന്ന് വാതിലുമടച്ച് ഡോറടച്ച് കുറ്റിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്തിരുന്ന് മദ്യപിച്ച നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രകടമായിട്ട് നമ്മൾ പറയും പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതൊക്കെ എനിക്ക് ചെയ്യാം, എനിക്ക് ബുദ്ധിമുട്ടുള്ളതൊക്കെ എനിക്ക് ഒഴിവാക്കും ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ആ ഇസം കടന്നു വരുന്ന റൂട്ട്. അതാണ് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് പെട്ടെന്ന് മനസ്സിലായ എന്താ വെച്ചാൽ, നമ്മളെ കുട്ടികൾ കുറച്ച് വലുതായി നമുക്കും പ്രായം വന്നു എന്ന് വിചാരിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബാപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞൊരു ബുദ്ധിമുട്ടായി തുടങ്ങി നിങ്ങൾ വിചാരിച്ചോളും. ബുദ്ധിമുട്ടായി, എനിക്ക് ബുദ്ധിമുട്ടായി എൻ്റെ ബാപ്പയും ഉമ്മയും. അപ്പോൾ ഈ ലിബറലിസം എന്നെ പഠിപ്പിച്ചതും എൻ്റെ തലച്ചോറിനെ പാകപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബുദ്ധിമുട്ടുള്ളതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എവിടുക്കാണെങ്കിൽ ഒഴിവാക്കും, എവിടുക്കാണെങ്കിൽ അണ്ട് ഒഴിവാക്കും. ഒരു പെൺകുട്ടി വിവാഹിതയായി, അവൾ ഗർഭിണിയാണ്. അവൾ ആലോചിക്കുകയാണ്, ഞാൻ എത്ര പ്രയാസപ്പെടണം, 9 ചില്ലാനോ ഞാൻ ദിനെങ്ങനെ ഏറ്റി നടക്കണം, എന്നിട്ട് പ്രസവിക്കണം, അത് കഴിഞ്ഞ് ഞാൻ മുലയൂട്ടണം,
പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഈ കുട്ടിയുമായിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് ജീവിക്കണം, എനിക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഈ തോന്നിയാസത്തിൻ്റെ പേരാണ് ലിബറലിസം എന്ന്. കുട്ടികൾ എവിടേക്ക് എത്തുന്നു എന്ന് നമ്മൾ പിന്നാമ്പുറങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് ഒഴിവാക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെന്തിനാ ബാപ്പ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, ഞങ്ങളെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ലല്ലോ. ഈ ചോദ്യം നമ്മളെ കുട്ടീൻ്റെ നാവിന്ന് വരുന്ന ചോദ്യമല്ല. ആ മനസ്സും മസ്തിഷ്കവും ഇസങ്ങൾ കടമെടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അമ്മേ നിങ്ങൾ വല്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടണം കേട്ടോളിയും, ഞാൻ നിങ്ങളെ കാര്യത്തിലൊന്നും ഇടപെടണില്ലല്ലോ, വാപ്പനോടൊന്നും പറഞ്ഞേച്ചാൽ ഇഷ്ടോ എന്നൊക്കെ വർത്തമാനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ അകത്ത് ഇസങ്ങൾ ഇങ്ങനെ നട്ടു വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെന്താണ് ഒന്നാമത്തെ റൂട്ട്. ഇങ്ങനെ റൂട്ടിലേക്ക് നമ്മളെ കുട്ടികൾ എത്തുമ്പോഴേ ഓല സൗകര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ, നമ്മളൊന്നും അജണ്ടയാവില്ല. രണ്ടാമത്തേത് എന്താണെന്നറിയോ, രണ്ടാമത്തേത് സ്വതന്ത്രവാദം എന്നാ പറയുക, സ്വാതന്ത്ര്യം വേണമെന്നാ പറയാം. കേൾക്കാനൊക്കെ എനിക്കെൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയും, നമ്മളെപ്പോഴും കാണുന്നതാണ് കോളേജിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന പെൺകുട്ടികളുടെ അടുത്തേക്ക് ചാനൽ ചർച്ചകന്മാരിങ്ങനെ മൈക്കും പിടിച്ചു പോവും. എന്നിട്ട് ചോദിക്കും, നിങ്ങളിപ്പോൾ എന്താ, ആ കുട്ടി മുസ്ലിം കുട്ടിയാണ്, നിങ്ങളും മുസ്ലിം കുട്ടിയാണല്ലോ, നീ എന്താ തലയിൽ തട്ടിടാത്തത് എന്നാണ്. അപ്പോൾ മുസ്ലിം കുട്ടി പറയണേ, ഞാൻ തലയിൽ തട്ടിടാത്തത് എനിക്കെൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ തലയിൽ തട്ടിടാതിരിക്കാൻ എന്നാണ്. അപ്പോൾ വീണ്ടും ചാനൽ ചർച്ചകൻ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മതം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഹിജാബ് ധരിക്കണം, തലയിൽ തട്ടണം എന്നൊക്കെ എന്നാണ്. അപ്പോൾ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മതവും സൊസൈറ്റിയും പാരൻസൊക്കെ നമ്മളെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമില്ലേ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം ഞാൻ ഇതൊന്നുകൂടി വ്യക്തമാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടത്തെ കാലത്ത് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാരൻസിന് കിട്ടിയിരുന്നു, വാപ്പക്കും ഉമ്മക്കും കിട്ടിയിരുന്നു. പണ്ടത്തെ അത്ര ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കല്യാണം കഴിപ്പിക്കാനും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും ബാപ്പക്കും ഉമ്മക്കും കിട്ടണില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കിട്ടണില്ല. എന്താ കാരണം? അത് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ തിരഞ്ഞെടുക്കാൻ. പണ്ടത്തെ പോലെ അറേഞ്ച്ഡ് മാരേജുകൾ ഒഴിവായി ഇപ്പോൾ ലവ് മാരേജുകൾ വരാനുള്ള ഒരു അടിസ്ഥാനം കൂടി ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാപ്പൻ്റെയും ഉമ്മൻ്റെയും 18, 19, 20, 25 കൊല്ലത്തെ വൈവാഹിക ജീവിതവും ദാമ്പത്യ ജീവിതവും ലോകത്തെക്കുറിച്ചുള്ള അറിവും വെച്ച് ഒരു പെൺകുട്ടിക്കൊരു ചെറുക്കനെ തിരഞ്ഞെടുത്തു കൊടുക്കാനും 25 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് നമ്മുടേതായ അനുഭവ സമ്പത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റാത്തൊരു കാലഘട്ടമായി ഇന്നിൻ്റെ കാലഘട്ടം മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇസങ്ങൾക്ക് ചില റോളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. മൂന്നാമത്തേത് എന്താണെന്നറിയോ? മൂന്നാമത്തെ ഒന്നുകൂടി കുറച്ച് ഗൗരവമാണ്. എന്താണെന്നറിയോ? മെറ്റീരിയലിസം എന്നൊക്കെയാണ് പറയുക. കണ്ടതും കേട്ടതും മാത്രമേ വിശ്വസിക്കൂ എന്നാണ്. കണ്ടതും കേട്ടതും മാത്രമേ വിശ്വസിക്കൂ. കണ്ടതും കേട്ടതും തൊട്ടതും മണത്തതും രുചിച്ചതും സയൻസ് ലാബിൽ തെളിയിക്കപ്പെട്ടതും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വിശ്വസിക്കുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം വരും, പടച്ചോൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പടച്ചോൻ ആരും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. സ്വർഗത്തിൽ ആരെങ്കിലും പോയിട്ട് സെൽഫി എടുത്തിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കണോ? ഇൻസ്റ്റയിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്യണോ? ഇല്ല. അപ്പം എന്തില്ല? ഇല്ല. ഖബറിൽ ശിക്ഷ ഉണ്ട് രക്ഷ ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറയാന്നല്ലാതെ ആരെങ്കിലുമൊക്കെ പോയി അത് കണ്ടു വന്നിക്കണോ? നമ്മളെന്തായാലും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്തില്ല? അതില്ല. എന്ന് പറഞ്ഞാൽ ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തി വെക്കുന്നതിൻ്റെ പേരാണ് ലിബറലിസം, തോന്നിയാസം എന്നുള്ളത്. ഇത് നമ്മളെ കുടുംബത്തിൻ്റെ അകത്തേക്ക് പതുക്കെ ഒറ്റയടിക്കൊന്നും വരില്ല. ഗെയിം കൂടെ വരും. കുട്ടികൾ കളിക്കുന്ന ഗെയിംസ് ഉണ്ടല്ലോ, മൊബൈൽ ഗെയിംസ്, അതിലൂടെ വരും. അവർ കാണുന്ന റീൽസിലൂടെ വരും. അവർ ഇടപെടുന്ന ഇടങ്ങളിലൂടെ കടന്നു വരും. ചിലപ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സിലബസുകളിലൂടെ കടന്നു വരും. അങ്ങനെ പതിയെ നമ്മുടെ കുട്ടികളുടെയും പുതിയ തലമുറകളുടെയും തലച്ചോറ് അതിന് പാകമായി വരുമ്പോൾ പിന്നെ അവിടെ എന്തിന് സ്ഥാനമില്ല? ദീനിന് സ്ഥാനമില്ല. മാതാപിതാക്കൾക്ക് റോളില്ല. സൊസൈറ്റിക്ക് റോളില്ല. അള്ളാഹ്ക്കും റസൂലിനും മതത്തിനും റോളില്ല. അവർ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് കുറേയൊക്കെ ദീന് പോയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? നമ്മളെ കുട്ടികളുടെ തലയിലുള്ള ഹിജാബ് അത് കഴുത്തിലേക്ക് വന്ന് കഴുത്തിൽ നിന്നത് ഷെൽഫിലേക്ക് പോയി, അല്ലെങ്കിൽ സ്കൂളിൻ്റെ മുന്നേ വരെ എത്തി, ക്യാമ്പസിൻ്റെ മുന്നേ വരെ എത്തി, പിന്നെ അത് ബാഗിൻ്റെ ഉള്ളിലേക്ക് കയറിയതിൻ്റെ പിന്നിൽ അത് പെട്ടെന്നൊന്നും ഉണ്ടായതൊന്നുമില്ല.
പെട്ടെന്നൊന്നും ഉണ്ടായതൊന്നുമല്ല. നമ്മളെ കുട്ടികൾ ഇങ്ങനെ തലക്ക് ചുറ്റി ഒരു പാൻസ് ഇട്ട് ഒരു ടോപ്പ് ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ അത് നമ്മളെ കുട്ടികളെ പുതിയ ട്രെൻഡാണ്, അത് ഇസ്ലാമാണെന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. അതിൻ്റെയൊക്കെ പിന്നിൽ കുറേ ഇസങ്ങളുടെ സ്വാധീനങ്ങളുണ്ട്. നമ്മളെ ആൺകുട്ടിൻ്റെ പാൻറ് എന്തോ ഒരു പ്രത്യേകത ഇപ്പം കാണുന്നുണ്ട്, അവൻ്റെ മുടിക്ക് എന്തൊക്കെ സ്റ്റൈൽ കാണുന്നുണ്ട്, അവൻ്റെ പ്രയോഗങ്ങൾക്കും വാക്കുകൾക്കും അവൻ വായിക്കുന്നിടത്തും അവൻ ഇടപെടുന്നിടത്തും എന്തൊക്കെ പ്രത്യേകതകൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുടുംബത്തിൻ്റെ അകത്തേക്ക് ചില ഇസങ്ങൾ ദീനിനെ പൊളിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട് എന്ന തിരിച്ചറിവെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അവിടെയാണ് പുതിയ തലമുറ പഴയ തലമുറയോട് ബഹുമാനമുണ്ടാകണമെങ്കിൽ, അവർക്ക് തങ്ങളുടെ കീഴിലുള്ളവരോട് ഒരു കാരുണ്യം ഉണ്ടാവണമെങ്കിൽ, സമൂഹത്തോടും മതത്തോടും പടച്ചോനോടും റസൂലിനോടും തങ്ങളെ ജനിപ്പിച്ചവരോടും തങ്ങളെ കൂടപ്പറപ്പുകളോടും പ്രതിബദ്ധത ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ഹിദായത്തും വിശ്വാസവും നമ്മളവർക്ക് പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും നമ്മളിപ്പോൾ എന്താ പറയാന്നറിയോ, നമ്മൾ അന്നത്തെ കാലത്ത് ജനിച്ചത് അൽഹംദുലില്ലാ മഹാഭാഗ്യ എന്നാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളാണ് വിചാരിച്ചാൽ മതി നന്നാവാൻ, അതിനുള്ള സാഹചര്യം നമുക്കുണ്ട്. അങ്ങനെയായിരുന്നു അങ്ങനത്തെ കാലത്ത് നമ്മൾ ജനിച്ചതും ജീവിച്ചതും. പക്ഷെ പുതിയ കാലത്ത് എന്താണെന്നറിയോ, നമ്മളെ കുട്ടികൾ വിചാരിച്ചാൽ തന്നെ ചിലപ്പോൾ ഓൾക്ക് നന്നാകാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. അവിടെയാണ് നമ്മൾ പുതിയൊരു തലമുറയെ കുറ്റം പറയുന്നത്. അതിനപ്പുറം അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ കേൾക്കാൻ, അവരുടെ പ്രതിസന്ധികളിൽ ഇടപെടാൻ, അവരെ കണ്ടറിയാൻ, അവർക്ക് ഉപദേശം നൽകേണ്ടിടത്ത് മാത്രം ഉപദേശം നൽകി, ചീത്ത പറയേണ്ടത് സ്നേഹത്തോടു കൂടി ചീത്ത പറഞ്ഞ്, കേൾക്കേണ്ടത് കേൾക്കാൻ പഴയ തലമുറക്കും ബാപ്പമാർക്കും ഉമ്മമാർക്കും വീട്ടിൻ്റെ അകത്തെ കാരണവന്മാർക്കും കഴിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ പുണ്യം ചെയ്യുന്നവരായി മാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്കും നമുക്കും ജീവിക്കാൻ വേണ്ടത്, ഒന്നാമത് വേണ്ടത് എന്താ വെച്ചാൽ ചെറിയ വിശ്വാസമൊന്നും പോരാ, കഠിനമായ വിശ്വാസമാണ് വേണ്ടത്. ഞാൻ സൂറത്തു നിസായിലെ ഒരായത്ത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അറിയണ ഒരായത്താണ്. അള്ളാഹു അതിൽ നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞാൽ നമ്മളെയാണ് വിളിച്ചത്. അള്ളാഹിൻ്റെ ദീന് കുറച്ചൊക്കെ മനസ്സിലാക്കണമെന്ന് താല്പര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ മുറ്റത്ത് നമ്മൾ ഒരുമിച്ച് കൂടി. നമുക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ടല്ലോ ദുനിയാവിൽ. ആ പണികളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മളിവിടെ വന്നത് അള്ളാഹ്ക്ക് നമ്മളോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ്. കാരണം നമ്മളിവിടെ എത്തി. ഇനി എത്തണമെന്ന് ആഗ്രഹിച്ച പലരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകിയത്. നമ്മളെ വിളിച്ച് അള്ളാഹ് പറയാണ്, യാ യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ആമീനു ബില്ലാ, നിങ്ങൾ അള്ളാഹിൽ വിശ്വസിക്കണം കേട്ടോ എന്നാണ്. ആ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യാ യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലിഹി വൽകിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽകിതാബില്ലദീ ഉൻസില മിൻ ഖബൽ. നമ്മളോട് അള്ളാഹ് പറയും വിശ്വസിച്ചവരെ എന്ന് നമ്മളെ വിളിച്ചു. എന്നിട്ട് അള്ളാഹ് വീണ്ടും പറയും നിങ്ങൾ ഒന്നും കൂടി വിശ്വസിക്കുന്നതാണ്. ആ പ്രയോഗത്തിലൊരു പ്രത്യേകത എന്താണെന്നറിയോ, നിങ്ങളിങ്ങനെ വിശ്വാസികളാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കണ സ്റ്റാൻഡിൽ നിന്നാൽ പോരാ, കുറച്ചും കൂടി ഉയർന്ന് കയറി നിൽക്കണം എന്നാണ് നമ്മൾ എന്നൊരു സ്റ്റാൻഡിൽ. നിങ്ങൾ ആലോചിക്കും, പണ്ട് നമ്മളൊരു 4-5 കൊല്ലം മുമ്പും സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ നമുക്ക് വരെ ഇദാജായും കുലൗദ് റബ്ബിന്നാസും തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഫേവറേറ്റ് 2 സൂറത്തുകളുണ്ടാവും. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും വരുന്നത് എന്തുതന്നെയാണ്, ആ ഇദാജായും കുലൗദ്. അതിന് കുഴപ്പമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ നമുക്ക് എന്തുള്ളൂ, പലപ്പോഴും അതേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഡെവലപ്പ് ആകുന്നുണ്ട്. വീട് ചിലപ്പോൾ കുട്ടികൾ വളരുന്നതിനനുസരിച്ചിട്ട് മേലെ കയറ്റുണ്ട്, റൂമിൻ്റെ എണ്ണം കയറ്റുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെ എണ്ണം അനുസരിച്ചിട്ട് ചെറിയ 4 വീലർ മാറി കുറച്ചും കൂടിയൊക്കെ വീതിയുള്ളതും നീളമുള്ളതും കുട്ടികൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന സീറ്റുള്ളതൊക്കെ ആയി വരുന്നുണ്ട്. നമ്മളെ പണിയിലും 2 റൂമും 3 റൂമായി മാറിയിട്ടുണ്ട്. അങ്ങനെ പല നിലക്കും എന്ത് ചെയ്യുന്നുണ്ട്, പല നിലക്കും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ദീനിൽ നമ്മൾ എന്നും നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും. ഭൂരിഭാഗവും നിങ്ങളെ നാട്ടിൽ അങ്ങനെയാണ് എന്നല്ല പറയുന്നത്, ഭൂരിഭാഗവും പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അവിടെയാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്നാൽ പോരാ, അന്ന് കുറച്ച് ഉയരണം എന്നാണ്. ഒരു ദിവസം പിന്നിടുമ്പോൾ നമുക്ക് ഉയർച്ച ഉണ്ടാണെന്നാണ്. അതുകൊണ്ടാണ് സ്വഹാബികളൊക്കെ സൂര്യൻ അസ്തമിക്കുന്ന സമയം വന്നിട്ട് ഖേദിക്കുന്നതാണ്, പടച്ചോനെ ഒരു ദിവസം കൂടി കഴിഞ്ഞല്ലോ, എന്താ ഇപ്പം മെച്ചുണ്ടായത് എന്നാണ്. സ്വഹാബികൾ വിലയിരുത്തുമെന്നാണ്. അപ്പോൾ അള്ളാഹ് നമ്മളോട് പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ ഒന്നുകൂടി അള്ളാഹുവിൽ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് പറയണത് എന്താണെന്നറിയോ, പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോഴേ
ചെറിയ വിശ്വാസം പോലെ. ഞാൻ വേഗം പറയുകയാണ്, പലപ്പോഴും ഇത്തരം കുടുംബ സദസ്സുകൾ കിട്ടുമ്പോൾ നമ്മളെ കുട്ടികളെ ഒരു സ്റ്റാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു സംഭവമാണ്. ഒരു കോളേജിൽ ഒരു 2 കൊല്ലം മുമ്പ്, ഇപ്പോഴും ഞാനത് ഓർക്കണം. എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യം അത്രയും പ്രസക്തമായതുകൊണ്ടാണ്. ഒരു ചോദ്യോത്തര സെഷൻ വെച്ചു. ആ കോളേജിൽ തന്നെ കുട്ടികൾ ഒരു 150 ചോദ്യം അവരിങ്ങനെ എഴുതി തന്നത് ഓലെ സംശയങ്ങൾ ദൂരീകരിച്ചെടുക്കാൻ ഒരു 4-5 ഫാക്കൽറ്റികളെ വെച്ചിട്ട് പ്രോഗ്രാം നടക്കുന്നു. ആ ഫാക്കൽറ്റികളൊക്കെ നിശ്ചിത ചോദ്യം വീതിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചോദ്യം എന്താണെന്നറിയോ? സർ, ആ എഴുത്ത് ഇങ്ങനെയെന്നൊരു എഴുത്താണ്. ആ കുട്ടി എഴുതിയത് ഇങ്ങനെ, പെൺകുട്ടിയുടെ എഴുത്താണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ. സർ, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. പടച്ചുണ്ടോ? ഉണ്ടെങ്കിൽ ശാസ്ത്രീയമായി സയൻറ്റിഫിക്കായിട്ടൊന്ന് തെളിയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുക. പ്രിയപ്പെട്ട നിങ്ങൾ വാപ്പാരാണല്ലോ, ഉമ്മാരുണ്ടല്ലോ, ഇനി ഒന്നുമില്ല പേരമക്കളിലൊക്കെ ഉണ്ടല്ലോ. പുതിയ കാലത്തൊരു കുട്ടി വന്നിട്ട് നമ്മളോട് ചോദിക്കണം, ബാപ്പേ അള്ളയൊക്കെ ഉണ്ടോ, എന്താ അതിന് തെളിവ് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട നമ്മളെന്താ, അതാണ് പടച്ചോൻ നമ്മളോട് പറയണേ. നിങ്ങൾ പണ്ടത്തെ ലെവലിൽ നിൽക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലി, വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും അവൻ ഇറക്കിയ ഗ്രന്ഥത്തിലും ആ ഗ്രന്ഥത്തിൻ്റെ മുൻപ് വന്ന പ്രവാചകന്മാർക്ക് അല്ലാഹ് ഇറക്കി കൊടുത്ത ഗ്രന്ഥങ്ങളുണ്ടല്ലോ അതിലും നിങ്ങളൊന്ന് വിശ്വസിക്കുവേൻ എന്ന് സൂറത്തു നിസായിൽ അല്ലാഹ് നമ്മളോട് പറയാണ്. ഒന്നും വേണ്ട, പുതിയ കാലത്ത് കുട്ടികൾ ചോദിക്കണ ചോദ്യം. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം മദ്രസയിലൊരു ടീച്ചർ, ആ ടീച്ചറുടെ മൂത്ത മോന്, ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു മോൻ, ഒരു 10-20 വയസ്സായ ഒരു മോൻ്റെ ഒരു ചോദ്യം ചോദിച്ചു. പടച്ചോനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആർക്കൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയെന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. കലാകദറുള്ള ചോദ്യമാണ്. ഞാനത് പറയണ ഉത്തരം പറയാൻ വേണ്ടി പറയില്ല, പക്ഷെ നമ്മളെ കുട്ടികളെ അവരൊരു സ്റ്റാൻഡ് മനസ്സിലാക്കി നമ്മൾ മാനസികമായി എത്ര വളരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓൻ്റെ ചോദ്യമായിട്ട് ടീച്ചർ വന്ന് ചോദിച്ചത് എന്താണെന്നറിയോ? കുറേ കാലമായി ഓനുള്ള സംശയമാണ്, തെറിച്ചു പോണ സംശയം, ദീനം തന്നെ തെറിച്ചു പോണ രൂപത്തിലാണ്. കാരണം അത് ആ സംശയം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ദീനിന്ന് തെറിച്ചു പോവും. ചോദ്യം എന്താണെന്നറിയോ? പടച്ചോ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഒക്കെ ഉണ്ടല്ലോ, പിന്നെപ്പോൾ നമ്മളെങ്ങനെ തെറ്റ് ചെയ്താലും പിന്നെ നമുക്ക് അള്ളാഹിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അള്ളാഹ്ക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അത് അള്ളാഹ് എഴുതി വെച്ചതല്ലേ. ഇതിപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, എന്തായാലും മറുപടി കൊടുക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കളും പുതിയ തലമുറയിലും നമ്മളെ കുട്ടികളും ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളുമായിട്ട് നമ്മളടുത്ത് വന്നിട്ട് ഉത്തരം ദീനിലുണ്ട്, വിവരമുള്ള ആളുകളെ കയ്യിൽ, പക്ഷെ നമുക്കത് ഓല ഭാഷയെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികൾ വിചാരിക്കുക എന്താണെന്നറിയോ? ദീനൊക്കെ അത്രയേ ഉള്ളൂ, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് വിചാരിച്ചു. അവിടെയാ പ്രിയപ്പെട്ടവരെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ നിങ്ങൾ നിൽക്കണ നിൽപ്പിൽ നിൽക്കല്ലിട്ടോ. ആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങളൊന്ന് കയറി അള്ളാഹുള്ള വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളൊന്ന് യഖീനുണ്ടാക്കി, കുറച്ചൊക്കെ വിവരം വിദ്യാഭ്യാസവും ദീനിൽ ഉണ്ടാക്കി വരണേ എന്നല്ല നമ്മളോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെക്കുറിച്ച് നമ്മൾ നല്ല മനസ്സിലാക്കണം. ആ കുടുംബത്തിൻ്റെ അകത്താൻ സെറ്റാക്കണം. കാരണം എന്താണെന്നറിയോ? ദീന് വേണ്ട, കണ്ടതും കേട്ടതും മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ആരും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് വിശ്വസിക്കണ്ട എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? പല നന്മകളും നഷ്ടപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ്, പണ്ട് മദീനത്ത് നടന്ന ഒരു പാൽക്കാരി പെണ്ണിൻ്റെ കഥ എപ്പോഴും നമ്മളെ മനസ്സിലേക്ക് വരും അല്ലേ? ഒരു തലമുറയിൽ, ഒരു കാലഘട്ടത്ത് സത്യസന്ധതയുടെ പ്രതീകമായി നിൽക്കുന്ന ഒരു പാൽക്കാരി പെൺകുട്ടിയുടെ കഥ നമ്മൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഉമ്മ ഒരു തെറ്റ് ചെയ്യാൻ കറന്നെടുത്ത പാല് കുറഞ്ഞപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഉണ്ടാവില്ല, വെള്ളമൊഴിച്ച് നീട്ടി എല്ലാവർക്കും എത്തിക്കണമെന്ന് മകളോട് പറഞ്ഞപ്പോൾ ആ ചെറുബാലിക ഞാനതിന് തയ്യാറല്ല എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള വികാരം എന്താണെന്നറിയോ? ആ കളവ് ചെയ്യാതിരുന്ന എന്താണെന്നറിയോ? എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു റബ്ബന്നല്ല, അങ്ങനത്തെ ഒരു പടച്ചുണ്ടോ എന്ന് ചോദിക്കണ ഒരു കുട്ടിനോട് അവൻ എന്ത് സത്യസന്ധത, അവനെന്ത് ബാപ്പ, അവനെന്ത് ഉമ്മ, അവർക്കെന്ത് സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ഒന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലാത്തൊരു സമൂഹമായിട്ടാണ് വളർന്നു വരിക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയെ ചേർത്ത് പിടിച്ച് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കണം. മുആവിയത്ത് ഇബ്നു ഹക്കം റളിയല്ലാഹു അൻഹു നബിൻ്റെ അടുക്കൽ വന്നിട്ടൊരു പരാതി പറഞ്ഞു. നബിയെ, അടിച്ചുപോയി എൻ്റെ അടിമപ്പെണ്ണിനെ. മാടുകളെ കൂട്ടത്തുന്ന ഒരാടിനെ ചെന്നായ പിടിച്ചു എന്ന് അവൾ സത്യസന്ധമായി എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെതാണല്ലോ, ദേഷ്യം വന്നപ്പോൾ ഞാനൊന്നങ്ങ് കൊടുത്തു. അബദ്ധമായിരുന്നു. റസൂലുള്ള കുറച്ച് ഗൗരവത്തോടു കൂടി കണ്ടപ്പോൾ
വലിയ സാമ്പത്തിക ചെലവുള്ള രൂപത്തിൽ അദ്ദേഹം ചോദിച്ചു, നബിയെ ഞാൻ അവളെ അങ്ങ് മോചിപ്പിച്ചേക്കട്ടെ, വലിയ സാമ്പത്തിക ചെലവുണ്ട്. റസൂൽ പറഞ്ഞു, കൊണ്ടുവാ. 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, ഐനല്ലാ, പടച്ചോൻ എവിടെ നിന്നായിരുന്നു? ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഫിസ്സമാ, അങ്ങ് ഉപരിയിലാണ്. മൻ അന, രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആരാണ്? അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ പ്രവാചകനാണ്. മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി മുആവിയ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹ് പറഞ്ഞു, ഇഅ്തിഖ്ഹാ വഹിയ മുഅ്മിന, വിട്ടേക്കുക, മോചിപ്പിച്ചേക്കുക, സത്യവിശ്വാസിനിയാണ്. പടച്ചോൻ എവിടെ എന്ന ചോദ്യത്തിന് നമ്മളെ മക്കൾക്ക് ഉത്തരം ഉണ്ടാവണം, നമ്മളെ ബാപ്പക്കുമ്മക്ക് ഉത്തരം ഉണ്ടാവണം, നമ്മളെ പൊതുസമൂഹത്തിന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയണം. മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് പടച്ചോൻ എവിടെ എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഒരേ ഒരു ഉത്തരം, ഈ ചോദിച്ച 2 ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിയിരുന്നുവെങ്കിൽ സത്യവിശ്വാസിനിയാവില്ലല്ലോ. അതാണല്ലോ അതിൻ്റെ മറുഭാഗം. അപ്പോൾ സത്യവിശ്വാസിയാവണമെങ്കിൽ ആ വിശ്വാസം വേണം, നമ്മളെ മക്കൾക്ക് അത് ഉണ്ടാവണം. അള്ളാഹിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹിൻ്റെ കഴിവിനെപ്പറ്റി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെപ്പറ്റി ചെറുപ്രായത്തിൽ തന്നെ പതിയെ പതിയെ മനസ്സിനകത്തേക്ക് നട്ടുപിടിപ്പിച്ച് കൊണ്ടുവരാൻ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് കഴിയണം. പുതിയ തലമുറയേക്ക് നമുക്കത് കഴിയണം. ഒന്നാമത് നമുക്ക് ചെയ്യാനുള്ളത്, പ്രിയപ്പെട്ടവരെ, കലഹിക്കാത്ത മക്കളുണ്ടാവണം. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും വീട്ടിലുണ്ട് എന്നറിഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധിയാണ് പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിസന്ധിയാണ്. ആ വാപ്പയും ഉമ്മയും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പലതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ കാര്യം, ഈ കാര്യങ്ങളാണ് നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ടത്. നമ്മളെ വീട്ടിലെടുക്കേണ്ട ഒന്നാമത്തെ പണി എന്താണെന്ന് വെച്ചാൽ വിശ്വാസം നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് തന്നെ. അള്ളാഹിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കിയെടുക്കണം. തിരിച്ചും മറിച്ചും പടച്ചോനെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ കഴിവും പ്രാപ്തിയും അവൻ്റെ വലുപ്പവും നമ്മുടെ മക്കളുടെ മനസ്സിനകത്ത് രൂഢമൂലമായി വരേണ്ടതുണ്ട്. അള്ളാഹിനെക്കുറിച്ച് ബോധം ഉണ്ടാവണം. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ തളർന്നു പോകും, ഒറ്റക്കാന്ന് തോന്നിപ്പോകും, അവർക്ക് ഒറ്റക്കാന്ന് തോന്നിപ്പോകും. ഞാനൊന്നും ആലോചിക്കുന്നു, ഒരു 10 വയസ്സ് പെൺകുട്ടിയെ, 10 വയസ്സ് പ്രായമുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉമ്മ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് പറഞ്ഞു, 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. 3 തവണ. ദീർഘമായി പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്നറിയോ? അവളെല്ലാം പറഞ്ഞു, എങ്ങനെയാണത്, എന്താണ്, എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം അങ്ങനെ തോന്നാനുള്ള കാരണം എന്നാണ്. അവൾ പറഞ്ഞു, ചില സമയത്തൊക്കെ ഞാൻ ഒറ്റക്കാണെന്ന് തോന്നുകയാണെന്നാണ്. ഞാൻ ഒറ്റക്കാണെന്ന് തോന്നുകയാണെന്നാണ്. ഒറ്റക്കാകുക എന്ന് തോന്നുമ്പോൾ അതൊരു പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ. ആ തോന്നലില്ലാതിരിക്കണമെങ്കിൽ അവളുടെ മനസ്സിൽ, അവൻ്റെ മനസ്സിൽ പടച്ചുണ്ടാകണം. അബൂബക്കർ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അബൂബക്കറെ, എന്തിനാടോ ദുഃഖിക്കണത്, പടച്ചോൻ നമ്മളപ്പല്ലേ എന്നാണ്. അത് വല്ലാത്തൊരു വാചക പ്രിയപ്പെട്ടവരെ. തളരാതെ തകരാതെ പിടിച്ചു നിൽക്കാൻ, തൻ്റെ ഷോൾഡറിൽ തട്ടി സാരില്ലട്ടോ എന്നാരും പറയാനില്ലാത്ത നിമിഷങ്ങളിലും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്ന വല്ലാത്തൊരു പവർ ഉണ്ടല്ലോ അല്ലേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിൻ്റെ മുമ്പിൽ പിന്നിൽ ഫിർഔൻ്റെ കൂട്ടരും അവനും ഉണ്ടാകുമ്പോൾ ഇനിയൊന്നുമില്ല. ഫിർഔനെ ചരിത്രത്തിൽ നിന്ന് വായിച്ചവർക്കറിയാം, പറഞ്ഞത് അതേപോലെ ചെയ്യും, ക്രൂരനാണ്. ഇന്നാ ലമുദ്റകൂൻ, കുടുങ്ങിയല്ലോ മൂസ എന്നാണ് ആ വർത്താനത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഇനി രക്ഷപ്പെടൂല എന്നാണ് മൂസാ നബിൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞപ്പോൾ. കല്ലാ, ഇല്ലട്ടോ, ഇന്ന റബ്ബി ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മളെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തളർന്നു പോകും. അതാണ് ഒന്നാമത്തെ പരിഹാരം, വിശ്വാസം നട്ടുപിടിപ്പിക്കുക. പതിയെ പതിയെ നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിലേക്ക് നട്ടുപിടിപ്പിക്കേണ്ട ഒന്നാണ് വിശ്വാസം എന്നുള്ളത്. അത് നട്ടുപിടിപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കഴിയും. ലുഖ്മാൻ എന്നൊരു അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? പണ്ഡിത ലോകത്ത് ചർച്ചയാണ് പ്രവാചകനാണോ അല്ലേ എന്നുള്ളത്. പ്രവാചകനല്ലാത്ത ഒരു ദേഹത്തെ കൊണ്ടുവന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ കൂട്ടത്തിലെ ഒരു സൂറത്തിൻ്റെ പേരാക്കി കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? ബാപ്പമാരെ, ഉമ്മമാരെ, വല്ലിപ്പമാരെ, വല്യമ്മമാരെ, ഞമ്മക്ക് വായിക്കാനാണ്, ഞമ്മക്ക് വായിക്കാനാ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ
ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, നീ കടുകുമണിയോളം നിസ്സാരമായ ഒരു തിന്മ ചെയ്തിട്ടാണെങ്കിലും പാറക്കൂട്ടങ്ങൾ നിരവധിയുള്ളതിൻ്റെ ഇടയിലേക്ക് നീ നിസ്സാരമായ അതിനെ കൊണ്ടുപോയിട്ടാലും അതിനെ കൊണ്ടുവരാൻ പവറുള്ള ശക്തിയുള്ള ഒരു റബ്ബ് നിനക്കുണ്ടെന്ന് നീ ആലോചിക്കണം എന്ന് ബാപ്പ മോനെ ഉപദേശിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ള കാണാത്ത ഒന്നുമില്ല എന്നാണ്, അള്ള അറിയാത്ത ഒന്നുമില്ല, അള്ളാഹു നിൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ബാപ്പാൻ്റെയും ഉമ്മൻ്റെയും പുതിയ കാലത്തെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്താണെന്നറിയോ? മക്കൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, മക്കൾക്ക് അള്ളാഹിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത്തേയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ എണ്ണമിട്ട് പറയുന്നത്, ഇത് കഴിഞ്ഞാലും ഇന്ന് നമ്മളിവിടെ വന്നിരുന്ന് സമയം ചെലവഴിച്ചത് നമുക്ക് ഉപകാരപ്പെടണം എന്നുള്ളതൊക്കെ നമ്മളെ മനസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ ആ 2-3-4 കാര്യം ഉണ്ടാവണം. രണ്ടാമത്തേത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമ്മളെ മക്കൾക്ക് മരണചിന്ത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മരണചിന്ത ഉണ്ടാക്കുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് ഉള്ളത്. നമ്മളെ വീട്ടിലൊരു കല്യാണം നടക്കുക എന്ന് വിചാരിച്ചോളൂ. നമ്മളൊക്കെ നല്ല ഉഷാറായി നല്ല രൂപത്തിൽ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഹറാമുകളൊന്നുമില്ലാതെ നാട്ടിൽ പല രൂപത്തിലും കല്യാണങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ മാതൃകായോഗ്യമായി എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിൽ ഒരു കല്യാണം ആക്കണം എന്നൊക്കെ മനസ്സിലിങ്ങനെ വലിയ പ്ലാനൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാവും നമ്മളെ കുട്ടികളിങ്ങോട്ട് രംഗത്തിറങ്ങുക. ആ രംഗത്തിറങ്ങിയോടുകൂടിയിട്ട് ആ 2 ദിവസത്തെ 1 ദിവസത്തെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മുടെ വീട്ടിലെ കല്യാണങ്ങളിലാകുന്നതിൻ്റെ പിന്നാമ്പുറം എന്താണെന്നറിയോ? പടച്ചോനെ, ഈ സ്റ്റേജിന്മേൽ കടന്നിപ്പം ഇങ്ങനെ ഡാൻസ് കളിച്ചൊരു ഗാനമേള നടക്കുമ്പോൾ ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എനിക്കിപ്പോൾ എന്താ പരലോകത്ത് കിട്ടുക എന്ന ചിന്ത നമ്മളെ കുട്ടികൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. കുട്ടികൾക്ക് ആ ചിന്ത ഉണ്ടാക്കി കൊടുത്ത ഓലി നമ്മളെ നന്നാക്കും. പ്രിയപ്പെട്ടവരെ, ബാപ്പയെ നമുക്കത് പറ്റൂല ടോളിയും, അതുകൊണ്ട് അത് വേണ്ട നമ്മളെ കുടുംബത്തിൽ. ആരെയെന്നറിയോ? 18, 19, 24, 25 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മളോട് പറയും, ബാപ്പ നിങ്ങളെ വസ്ത്രം എന്തപ്പം ഇങ്ങനെ, നിങ്ങളിപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പുതിയ വസ്ത്രം ഇട്ടപ്പോൾ നിങ്ങളെ ആണാണല്ലോ, ആണിന് ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകാൻ പറ്റൂലല്ലോ, നിങ്ങളിപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലൊരു കല്യാണമായിട്ട് എന്താപ്പം നിങ്ങളൊരു ഹറാമ് ചെയ്യണത് ഇന്ന് ബാപ്പനെ തിരുത്താൻ ആര് വരും എന്നറിയോ? നമ്മളെ പെൺകുട്ടി വരും. എന്തപ്പം നിങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ, സാധാരണ നിങ്ങൾ പർദ്ദയാണല്ലോ ഇടാല്, ഇന്നിപ്പം നിങ്ങളെന്നാ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ഇപ്പോൾ ഒരു ചുരിദാറും ഇറങ്ങിക്കണേ? കല്യാണത്തിൻ്റെ അന്ന് പഠിച്ചൊന്നും കാണൂലേ? അന്നിപ്പോൾ അല്ല അങ്ങോട്ട് നോക്കൂല എന്ന് എവിടെയെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഇത് പറ്റൂല കേട്ടോളി, അതിൻ്റെ മേലെ നിങ്ങളാ പുതിയ പർദ്ദണ്ട് എടുത്തിട്ടാളിയും എന്ന് ആര് പറയുമെന്നറിയോ? നമ്മളെ ആൺകുട്ടികൾ പറയും. നമുക്കതൊരു ധൈര്യമാണ്, അതൊരു ധൈര്യമാണ്. അങ്ങനെ മരണചിന്തയുള്ള മക്കൾ നമ്മളെ കുടുംബത്തിൻ്റെ അകത്ത് വളർന്നു വരികയാണെങ്കിലേ ഉമ്മൻ്റെയും ബാപ്പൻ്റെയും നേരക്ക് കൈ നീട്ടുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെ തലോടാനാവും, നമ്മളെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കാനാകും. ആണ് പ്രിയപ്പെട്ടവരെ, ഉമ്മക്ക് ക്യാൻസറാണ്, പക്ഷേ ഉമ്മനോടത് പറഞ്ഞ തളരുന്നറിയാം. അതുകൊണ്ട് ക്യാൻസർ സെൻ്ററിലേക്ക് തലശ്ശേരിയിലെയും കോഴിക്കോട്ടിലെ പ്രഗത്ഭമായ മുക്കത്തുള്ള ക്യാൻസർ സെൻ്ററിലേക്കും പോകാതെ അതിന് ചികിത്സ കിട്ടുന്ന, എല്ലാറ്റിനും ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വലിയ സംഖ്യ കൊടുക്കുമ്പോൾ ഞാൻ ആ 33കാരനോട് ചോദിച്ചു, നമുക്ക് ചിലവ് ചുരുങ്ങി ഉമ്മാനെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഒന്നുകൂടി ഹൈടെക് ആധുനിക സംവിധാനങ്ങളുണ്ട്, ഇതിന് മാത്രമായിട്ട് പൈസയും കുറവില്ല എന്നാണ്. ഓൻ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ ഉമ്മൻ്റെ മനസ്സ് എനിക്കറിയാം, ഉമ്മക്കറ്റ ക്യാൻസറാണെന്ന് ഉമ്മ അറിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മൻ്റെ പകുതി അതുമ്മ തന്നെ തീരും. അതുകൊണ്ട് പൈസ ഉണ്ടായിട്ടല്ല, ഓനക്ക് പൈസ, എനിക്കറിയാം ഓൻ്റെ സാമ്പത്തിക സ്ഥിതി, പൈസ ഉണ്ടായിട്ടല്ല, പക്ഷേ അവിടേക്ക് പോയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഉമ്മ അജണ്ടയാവും, ബാപ്പ ജീവിതത്തിൽ അജണ്ടയായി മാറും. എന്തു വേണമെന്നറിയോ? മരണചിന്ത ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അവലം യൻദുറൂ ഫീ മലകൂതിസ് സമാവാതി വൽ അർളി വമാ ഖലഖല്ലാഹു മിൻ ശൈഇ. നിങ്ങൾ ചിന്തിക്കണേ, നിങ്ങൾ ആലോചിക്കണേ, നിങ്ങൾ ഉറ്റാലോചിക്കണം. എന്തിനെക്കുറിച്ചൊക്കെ? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, അള്ളാഹു സംവിധാനിച്ച, അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ ആലോചിക്കണം.
ആ ആലോചിക്കുന്നതിൻ്റെ ഒപ്പം ചിന്തിക്കാൻ നമ്മളോട് അല്ലാഹ് പറഞ്ഞ ഒരു വിഷയം കൂടിയുണ്ട്. മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം. നിങ്ങളുടെ ആയുസ്സുണ്ടല്ലോ, അതിതാ കുറഞ്ഞ് നിങ്ങളുടെ മരണത്തിലേക്ക്, നിങ്ങളുടെ അവധിയിലേക്ക്, നിങ്ങളുടെ കാലപ്പഴക്കത്തിലേക്ക് നിങ്ങൾ നീങ്ങി വരുന്നുണ്ട് എന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഖുർആൻ പറഞ്ഞതാണ്, ചിന്തിക്കാം നമ്മളോട് പറഞ്ഞതാണ്. മരണത്തെക്കുറിച്ച് ആലോചിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിനോട് പറഞ്ഞ, നബിയെ, നിങ്ങളൊന്ന് ഉപദേശിക്കുന്നതാണ്, നന്നാകാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോഴൊക്കെ കയ്യെന്ന് പോകുന്നുണ്ട്. കച്ചവട സ്ഥാപനത്തിലിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വർത്താനം പറയേണ്ടടുത്ത് മൗനം പാലിക്കും. കാരണം ആ മൗനം കൊണ്ടാവും ചിലപ്പോൾ നമുക്കൊരു ഹറാമുണ്ട് വരിക. വലിയൊരു സംഖ്യ വരാണ്ട് അവിടെ മൗനത്തിൽ നിന്നാലേ അത് വരുള്ളൂ. നമ്മൾ വർത്താനം പറഞ്ഞാൽ അതവിടെ ബ്ലോക്ക്, ആ മൗന ഹറാമായി മാറും. പാർട്ണർമാരൊക്കെ ഇങ്ങനെ 4-5 ആൾക്കാരുണ്ട്. നമ്മളമാതിരി ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ആവില്ല. 4 ആൾക്കാരും അതിന് ഓക്കെ ആവും. പക്ഷേ നമ്മളെ സ്വത്തിലേക്കും ആ ഹറാമ് വരുന്നുണ്ട്. നമ്മളവിടെ ചിലപ്പോൾ അത് പറ്റില്ല കേട്ടോ, അത് നമുക്ക് വേണ്ട എന്ന് പറയേണ്ടടുത്ത് നമ്മളൊന്നും മിണ്ടാതിരുന്ന് അതിങ്ങോട്ട് വരും. ആ മിണ്ടാതിരിക്കൽ ഹറാമ. കയ്യെന്ന് പോവുകയാണ്, ചില സമയങ്ങളൊക്കെ കയ്യെന്ന് പോവുകയാണ്. ഉണ്ടാവും പ്രിയപ്പെട്ടവർ, കയ്യെന്ന് പോകും. ആ കയ്യെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അത്തരം സന്ദർഭങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, തെറ്റുകളും തിന്മകളും ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നബി നിങ്ങളൊന്ന് ഉപദേശിക്കുന്നതെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞത്. കഫാ ബിൽ മൗതി വാഇലാ, ഉമറേ, മരണം മതിയടോ നിനക്ക് നന്നാവാന്നാണ്. മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി, നിനക്ക് ചിന്തിക്കാൻ അത് മതി നിനക്ക് ഉപദേശകനായിട്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആണ് പ്രിയപ്പെട്ടവരെ, അത് മതി നമുക്ക്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ 8 ആളാണ് വീട്ടിലുള്ളതെന്ന് വിചാരിക്കും. നിങ്ങളെ വീട്ടിൽ 8 ആളുണ്ട്, അല്ലെങ്കിൽ 6 ആളുണ്ട്, അല്ലെങ്കിൽ 7 ആളുണ്ട്, 5 ആളുണ്ട്. നിങ്ങളെ വീട്ടിലുള്ള ആളുകൾക്ക് എത്ര മെമ്പേഴ്സാണോ ആ മെമ്പേഴ്സിന് മുഴുവനും മരണചിന്ത ആർക്കെങ്കിലും ഒരാൾക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാവും. അതെല്ലാവരെയും ബാധിക്കും ചെയ്യും, എല്ലാവരെയും ബാധിക്കും. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ആലോചിക്കുക, ഞാൻ വേഗം ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ സാമ്പത്തികമായ ഇടപാട് നമ്മളെ കുടുംബത്തിൻ്റെ അകത്ത് ഒരാൾ നടത്തുകയെന്ന് വിചാരിച്ചു, ദീനൊന്നും നോക്കണില്ല. അങ്ങനെ വരവിനേക്കാൾ ചെലവാക്കി കച്ചവടത്തിൽ വീണ്ടും ഇങ്ങനെ ഇറക്കി പ്രതിസന്ധിയിലാക്കി ഒരുപാട് കടം വന്ന് അവസാനം അങ്ങോട്ട് കുടുങ്ങി. പറഞ്ഞ പരിധികളൊന്നും പാലിക്കാതെ, ഇസ്ലാം വെച്ച പരിധികളൊന്നും പാലിക്കാതെ എന്ത് ചെയ്തു? മുന്നോട്ട് പോയി അവസാനം കുടുങ്ങിയപ്പോൾ ആരാ പ്രിയപ്പെട്ടവരെ കുടുങ്ങുക? എല്ലാവരും ഒന്നിച്ചിട്ടാ കുടുങ്ങുക. ആ കുടുംബത്തിന് ഒരാളെയും പുറത്ത് മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് വീട്ടിൻ്റെ അകത്ത്, കുടുംബത്തിൻ്റെ അകത്ത് മരണചിന്ത ഇല്ലാത്ത ആളുകളുണ്ട് എങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവും. വീട്ടിലെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കല്യാണത്തിന് പടക്കം പൊട്ടും, കല്യാണത്തിന് ഗാനമേള ഉണ്ടാവും. ഇനി വീട്ടിൽ പൊട്ടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ള വഴികളിലെങ്കിലും അവർ വാഹനത്തിൽ കൊണ്ടുപോയി പൊട്ടിക്കും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ വീട്ടിൻ്റെ അകത്ത് മരണചിന്ത ഒഴിവാകുമ്പോഴാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, മരണചിന്ത ഉണ്ടാവാൻ നമ്മളൊക്കെ കുടുംബത്തോടെ എവിടെയെങ്കിലുമൊക്കെ ഒരു പഠന പരിസരത്ത് ഉണ്ടാവണം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവിടെ പുരുഷന്മാരിയ്ക്കുന്നുണ്ട്, നമ്മളിൽ എത്ര ആൾക്കാരും നമ്മളെ ഭാര്യ ഇപ്പം നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം അവൾക്ക് കുറച്ചും കൂടിയൊക്കെ ദീൻ ഉണ്ടാക്കണേ റബ്ബേ എന്നുള്ളത് ആലോചിക്കാത്ത ആരും ഉണ്ടല്ലോ. കുറച്ചൊരു കുറവുണ്ട് അവൾക്ക്, അതും കൂടി ഒന്ന് നന്നാക്കി കൊടുക്കണേ എന്നൊന്നും ആലോചിക്കാത്തൊരു നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവില്ല, ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. മക്കൾ നമ്മൾ വിളിച്ചോടത്ത് കിട്ടാതെ വരുമ്പോൾ പടച്ചോനെ ഇതൊന്ന് നന്നാക്കിക്കൊണ്ട എന്ന് പ്രാർത്ഥിക്കാത്തവർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല, അമ്മാരും ഉപ്പാരും. പക്ഷേ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? മരണചിന്ത ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട പണി എന്താണെന്നറിയോ? പള്ളിക്ക് വെള്ളിയാഴ്ച ഖുത്തുബക്ക് പോകുമ്പോഴേ നമ്മൾ ബൈക്കുമ്മല പോകണമെങ്കിൽ നമ്മളെ പിന്നിൽ വീട്ടിൽ നിന്നൊരു പെൺകുട്ടിനെ പിടിച്ചിരുത്തുക, അല്ലെങ്കിൽ നമ്മളെ ഭാര്യനെ പിടിച്ചിരുത്തിയിട്ട് ഖുത്തുബ കേൾക്കാൻ പോവുക. കാറെടുത്തിട്ടാ പോകണമെങ്കിലേ കാരണങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൻ്റെ അകത്ത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓലെയും കൂട്ടിയിട്ട് ഒരു മലയാളത്തിലുള്ള ഖുത്തുബ കേൾക്കാൻ പോണാൽ നമ്മളെ കുടുംബത്തിൻ്റെ അകത്ത് കുറേ മരണചിന്ത ഉണ്ടാവും. നമ്മളെ ക്യാമ്പസ് പഠിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ആൺകുട്ടികളുണ്ടല്ലോ, ഓൽക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് ഓല്
12:40 തുടങ്ങുന്ന ജുമഅക്ക് രണ്ടാമത്തെ ഖുത്ബക്കാണോ എത്തുന്നതെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇതുള്ളൂ. എൻ്റെ കുട്ടിക്ക് ജുമ കിട്ടണുണ്ടാവോ എന്ന് വെള്ളിയാഴ്ച രാവിലെ നമുക്കൊന്ന് ഫിക്കർ ഉണ്ടായാൽ നമ്മളെ കുട്ടികൾക്ക് മരണചിന്ത ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഉണ്ടാവും. ഉമ്മനെക്കുറിച്ചാണ് നമുക്ക് പരാതി. എൻ്റെ അമ്മക്ക് തൗഹീദ് കിട്ടിയിട്ടില്ല, എപ്പോഴും പ്രശ്നത്തിലാണ്. മാലി മൗലീദ് ഓതി എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ജീവിച്ച ആളാണ്, എന്നിട്ടും ഈ അവസാന നിമിഷത്തിലും എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ പതുക്കെ ഉമ്മനെ നമ്മൾ എന്തൊക്കെ സോപ്പിങ് ഇടുന്നുണ്ട്, ഉമ്മാനെ എവിടേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകണം. ഒന്നാൽ പതുക്കെ ഒരു മലയാള ഖുത്ബ കേൾക്കാൻ നമ്മളത് കൊണ്ടുപോയാൽ തീരുന്ന പ്രശ്നമേ പ്രിയപ്പെട്ടവരെ. അള്ളാൻ്റെ തൗഫീക്കും കൂടി ഇറങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പഠന പരിസരങ്ങളിൽ നമ്മൾ കുടുംബത്തോടൊപ്പം ഉണ്ടാവണം. ഖുർആൻ ക്ലാസ് നിങ്ങളെ നാട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളതിൽ ഉണ്ടാവും എന്നുള്ളതിൽ എനിക്കൊരു എതിരഭിപ്രായമല്ല. നിങ്ങളുടെ നാട്ടിൽ എന്തായാലും ഖുർആൻ ക്ലാസ് ഉണ്ടാവും, അതിനേക്കാൾ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയും നമ്മളെ എത്ര മക്കൾ അത്തരം ക്ലാസ്സുകളുണ്ട്, നമ്മളെ കുടുംബത്തിൻ്റെ അകത്ത് എത്ര ആൾക്കാർ അവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ പരാതി പറയാണ്, കുട്ടികളെ വിളിച്ചോടുത്ത് കിട്ടണില്ല, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണില്ല, കുട്ടികളെ കയർത്ത് സംസാരിക്കുകയാണ്, മക്കളെന്താണെന്നറിയില്ല, പേടിയാണ് ഇപ്പോൾ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുക. ഓൾക്ക് എന്ത് സാഹചര്യം പ്രിയപ്പെട്ടവരെ പഠിക്കാനുള്ളത്? നമ്മളോടൊരു സ്നേഹം തോന്നണമെങ്കിൽ ദീൻ അവൻ്റെ മനസ്സിൽ വേണ്ട, ഒരു നനവ് കൊടുക്കാൻ, ഒരു പച്ചപ്പ് കൊടുക്കാൻ, അവളെ മനസ്സിലേക്ക് ഒരു പച്ചപ്പ് കൊടുക്കാൻ അള്ളാൻ്റെ ഖുർആനൊന്നും അവൾ കേൾക്കണ്ടേ? റസൂലുള്ളാൻ്റെ വാചകങ്ങൾ അവൾ അറിയണ്ടേ? അതിനുള്ള സാഹചര്യങ്ങൾ പഠന പരിസരങ്ങളിൽ നമ്മളെ കുട്ടികൾ എത്തിച്ചേർന്നാൽ, നമ്മളെ കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് എത്തിച്ചേർന്നാൽ തീർച്ചയായും നടക്കും. പ്രിയപ്പെട്ടവരെ, ഞാനൊന്നും ആലോചിക്കുന്നത്, ഞങ്ങളെ നാട്ടിൽ ഒരു പ്രത്യേക മുസ്ലിം സമൂഹം ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്നൊരു നാടാണ്. പക്ഷേ തൗഹീദിൻ്റെ വെളിച്ചെത്തിയിട്ടില്ല. എല്ലാവിധ അന്ധവിശ്വാസങ്ങളും, ഒരുപാട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരുപാട് തിന്മകളുള്ള ഒരു പ്രദേശമാണ്, ഒരു അറിയപ്പെട്ട പ്രദേശമാണ്. ഞങ്ങളെ കുറച്ചപ്പുറത്താണ്. അപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു 8 or 9 10 താഴെയുള്ള ചെറുപ്പക്കാർ സ്ഥിരമായിട്ട് നമ്മുടെ പള്ളിയിലേക്ക് ഖുത്ബ കേൾക്കാൻ വരാൻ തുടങ്ങി. അങ്ങനെ ഖുത്ബ കേൾക്കാൻ വരാൻ തുടങ്ങിയിട്ട് അതിലൊരു ചെറുപ്പക്കാരന് തോന്നി, നമ്മളെ വീട്ടിൽ ഇതേപോലെ ഒന്ന് ഇവിടെ ഖുത്ബ പറയണ ആളെ വെച്ചിട്ടൊരു പ്രസംഗം നടത്തണം, നമ്മളിപ്പോൾ കൂടിയുള്ള ഒരു അയൽക്കൂട്ടം എന്നതുപോലെ. ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? അവൻ്റെ വീട്ടിൽ ഒരു 10-30 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. അവൻ തീരുമാനിച്ചു അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനൊരു ക്ലാസ് വെക്കണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ബേജാറായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക പ്രദേശമാണ്, അവിടെ ഇനി പ്രസംഗം വെച്ചാൽ ആൾ വരുമോ, ഇനി പ്രസംഗിച്ചാൽ ചില നാടുകളുണ്ടല്ലോ പ്രശ്നങ്ങളുണ്ടാവും, ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ബേജാറായി. ഇനി പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ആൾക്കാർ വരുമോ എന്നുള്ള വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പെണ്ണുങ്ങൾ സ്ത്രീകളുണ്ട് ഇങ്ങനെ വീട്ടുമുറ്റത്ത് നിറഞ്ഞിരിക്കുന്നൊരു ഭാഗത്ത്, മറച്ചെട്ടിയൊരു ഭാഗത്ത്. ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നമ്മൾ അന്വേഷിച്ചു എന്താ ഇപ്പോൾ ഇവിടെ എത്ര ആൾക്കാർ വരാൻ കാരണമെന്ന്. അപ്പോൾ ഈ ചെറുപ്പക്കാരിൽ ഈ വീടിൻ്റെ ഉടമയായ ചെറുപ്പക്കാരനും അവൻ്റെ ഉമ്മയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. അത് ആ നാട്ടുകാർക്കും അറിയാം, ഇവൻ ഉമ്മനായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ്. ചിലപ്പോഴൊക്കെ ഇവൻ കൊടുക്കലുണ്ട്, ഉമ്മനെ തല്ലലുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മയുമായിട്ടുള്ള ഇവൻ്റെ പ്രശ്നം അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള അയൽവാസിലൊക്കെ അറിയണതാണ്. പക്ഷെ ഇവൻ ഇങ്ങോട്ട് ഖുത്ബക്ക് വരൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തുക്കണു, ഒരാഴ്ച നമ്മളെ മിമ്പറുമെന്ന് കേട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ബാപ്പനെയും ഉമ്മനെയൊക്കെ കുറിച്ചുള്ള വിഷയമാണ്. ഇത് അവൻ അങ്ങോട്ട് ക്ലിക്കായിക്കുക പ്രിയപ്പെട്ടവരെ. പിന്നുണ്ടല്ലോ, ഓൻ്റെ അമ്മ ഓൻ്റെ സ്വർഗ്ഗമായിരുന്നു. കാരണം അത് തിരിച്ചറിഞ്ഞ അങ്ങനെയാണല്ലോ, ഓൻ്റെ അമ്മ ഓൻ്റെ സ്വർഗ്ഗമായിരുന്നു. ഭാര്യ ഉണ്ട്, ഒരു മോളും, അന്നൊരു മോളും ഉണ്ടായിരുന്നു, ചെറിയ മോളും ഉണ്ടായിരുന്നു. അവരൊന്നിച്ചെതിരെ, അമ്മ ഒരു ഭാഗത്തും ഭാര്യയും ഭർത്താവും മറുഭാഗത്തുമാണ്. പക്ഷെ അന്ന് മുതൽ ഇവന് ആ മറ പൊളിച്ച് ഉമ്മനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇത് നാട്ടുകാരൊക്കെ അറിഞ്ഞു. പിന്നെ ഇപ്പം വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി, ആ നാട്ടിലെ ഉമ്മമാരും സ്ത്രീകളുമാണ് ആ മുറ്റത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കും, നമ്മളൊരു ഖുത്ബൻ്റെ ഒരു പവർ ആലോചിക്കും. മാഷാ അല്ലാ, ഇത് പടച്ചോൻ്റെയാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കലാമാണിത്, അള്ളാഹുവിൻ്റെ സംസാരമാണിത്. ഏത് മനസ്സിൻ്റെ അകത്തേക്കും വാതിലുകളെ പൊളിച്ച് കടന്ന് ചെന്ന് മനുഷ്യരെ നന്നാക്കാൻ കഴിവുള്ള ഒരു ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മിമ്പർ എന്ന് തിരിയുന്ന ഭാഷയിൽ നമ്മുടെ നാട്ടുകാർ കേൾക്കുന്നത്. ഇത് തിരിയുന്ന ഭാഷയിൽ കേൾക്കുമ്പോൾ നാട്ടിൽ വിപ്ലവങ്ങൾ ഉണ്ടാവും, ധാർമ്മിക വിപ്ലവങ്ങൾ ഉണ്ടാവും. വീട്ടിൻ്റെ അകത്ത് വല്ലാത്ത ചില റഹ്മത്തും ബറകാത്തുകളും ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് പഠന പരിസരം നിർബന്ധ പ്രിയപ്പെട്ടവരെ. ഞാനത് പറയുമ്പോൾ
നമ്മൾ ഓരോരുത്തരും നമ്മളെ കുടുംബത്തിലെ മെമ്പർമാരെ മനസ്സിക്കൊന്നുകൊണ്ട് ലിസ്റ്റ് ചെയ്തല്ലേ. ബാപ്പ നിങ്ങൾ ഒന്ന് മുതിർന്നവരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അടിയിലേക്ക് ആ കൗമാരക്കാരെയും ചെറുപ്രായക്കാരെയും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നോളിയും. ഇവർക്കൊക്കെ എന്ത് ദീന. കുടുംബനാഥം തിന്നാൻ നമ്മളല്ലേ കൊടുക്കുന്നത്, വസ്ത്രം നമ്മളല്ലേ വേങ്ങിക്കൊടുക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം നമ്മളല്ലേ നോക്കുന്നത്. അത് നോക്കുന്ന നമ്മളോട് തന്നെയാണ് അള്ളാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങളെ കാത്തോളിട്ടോ നരകത്തിന്ന്. മാത്രമല്ല നിങ്ങളെ കുടുംബത്തെയും കാക്കണേ എന്നാണ് നമ്മളെ ഡ്യൂട്ടിയാണ്. ഉമ്മൻ്റെ ഡ്യൂട്ടിയാണ്, ബാപ്പൻ്റെ ഡ്യൂട്ടിയാണ്, വീട്ടിൽ ചെലവ് നടത്തുന്നവരുടെ ഡ്യൂട്ടിയാണ്. ചെലവ് കൊടുക്കലും അടുക്കളയിൽ പാചകം ചെയ്ത് കൊടുക്കലും ഇടയ്ക്കൊക്കെ പുറത്തു കൊണ്ടുപോയിട്ട് കറക്കിക്കൊണ്ടിരലും പുറത്ത് ഔട്ടിങ്ങിന് പോയി ഭക്ഷണം കഴിച്ചു കൊണ്ടിരലും അവരുടെ ഭൗതിക വിദ്യാഭ്യാസങ്ങളും അവർ ഉടുക്കുന്ന വസ്ത്രങ്ങളും മാത്രമല്ല, അവരുടെ മനസ്സ്, ആത്മാവ്, ആത്മീയമായ വിദ്യാഭ്യാസം അതും കൂടി അതിപ്രധാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഖുർആൻ ക്ലാസ്സിൽ അവരെത്തണം. നമ്മളെ ഇപ്പം നിങ്ങളാഴ്ച ഇപ്പോൾ ഈ അവധിക്കാലം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്യാമ്പുകൾ ചെറിയ കുട്ടികൾക്ക്, ഇടക്കാല കുട്ടികൾക്ക്, കൗമാരക്കാർക്ക്, മുതിർന്നവർക്ക് എല്ലാവർക്കും നടന്നു വരുന്നുണ്ട്. ആ നിലക്ക് ഇപ്പോൾ നോക്കി നിങ്ങൾ, നമ്മളെ നാട്ടിൽ ലേഡീസിന് വേണ്ടി മാത്രം വ്യാഴാഴ്ച വൈകുന്നേരം 4:30 എന്താ ഇവിടെ പടന്നയിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉണ്ട് എന്നാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. അവിടെ പുരുഷന്മാരുണ്ടാവില്ല, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. അവരെ സൗകര്യത്തിനനുസരിച്ച്. ഇനി എല്ലാവരും പാടുള്ളത് നമ്മളെ സമീപ പള്ളികളിൽ ഉണ്ടാവും. അങ്ങനെ എവിടെയാണോ ഇത് നമ്മളെ ആവശ്യമാണ് എത്തിപ്പെടൽ. അങ്ങനെ മരണചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനം. ഞാൻ രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞപ്പോൾ അവസാനിപ്പിച്ചു. ഒന്നാമത്തേത് വിശ്വാസം നട്ടുപിടിപ്പിക്കുക, രണ്ടാമത്തേത് മരിക്കുന്നുള്ള ബോധം. അതില്ലെങ്കിൽ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ, പിന്നെ ഒന്നും ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. മരിക്കും എന്നുള്ള ബോധം വരുമ്പോഴേ നമ്മളൊക്കെ നന്നാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാകുക. മൂന്നാമത്തെ എന്താണെന്നറിയോ? മൂന്നാമത്തേത് പ്രിയപ്പെട്ടവരെ കണക്ഷൻ. പടച്ചവനുമായിട്ട് നല്ലോണം ബന്ധം ഉണ്ടാക്കിയെടുക്കണം, കുടുംബം ഒന്നിച്ച്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അള്ളാഹ് നമ്മളോട് പറഞ്ഞേക്കണം, അത് ഇബാദത്തിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രശ്നം പറയാൻ നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അടുത്ത കാലത്ത് നടന്ന എനിക്കെന്നെ വന്നപ്പോൾ നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ഇടയിലും അതുപോലെ തന്നെ അള്ളാഹിൻ്റെ തൗഫീക്ക് കൊണ്ട് കുറച്ചൊക്കെ ദീന് പറയാനുള്ള തൗഫീക്ക് അള്ളാഹ് തന്നതുകൊണ്ടും പലരും നമ്മളെ വിളിക്കുമല്ലോ. ഈ അടുത്ത് വന്ന 1-2 മാസത്തെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ നമ്മളൊക്കെ ബേജാറാവും. അപ്പോൾ പ്രശ്നമല്ലേ നമുക്ക് വേണ്ടത്, ഇത് നിങ്ങൾക്കും ഉണ്ടാവും. നമ്മളൊക്കെ കുടുംബത്തിലും അയൽപ്പക്കത്തും നമ്മളോടൊപ്പം ജോലി വെക്കുന്ന ആൾക്കാരും അവരെ കുടുംബത്തിലൊക്കെ നമ്മളും കേട്ടൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുമായുള്ള കണക്ഷൻ സുദൃഢാക്കുക എന്നുള്ളതാണ്. അതാണ്ട് ബലമുള്ളതാക്കുക. അതിന് ഇബാദത്തുകളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കുടുംബത്തിൻ്റെ അകത്തൊരു ഇബാദത്തിൻ്റെ ഒരു ആരാധനാ സംസ്കാരം ഉണ്ടായി വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അഖീമി സ്വലാത്തലി ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞത്. എന്തിനു വേണ്ടി നിസ്കരിക്കാൻ പറഞ്ഞത്? അള്ളാഹിനെ ഓർക്കുക, അള്ളാഹുമായുള്ള കണക്ഷനാണ്. നോക്കി നമ്മൾ റമളാനിൽ നിരവധി തവണ കേട്ട ആയത്താണ് നോമ്പിൻ്റെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അള്ളാഹിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് എന്നാണ്. ആരാധനയാകുന്ന സൗമ് നോമ്പ് നമ്മളോട് അള്ളാഹ് പറഞ്ഞ അള്ളാഹിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ നോമ്പും അള്ളാഹുമായുള്ള കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കണം. ഇനി വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി അള്ളാഹ് നമ്മളോട് പറഞ്ഞത് എന്താ? ഫസ്ഔ ഇലാ ദിക്രില്ല. നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് കുറച്ച് വേഗത ബാക്കിയുള്ള പണിയൊക്കെ അവസാനിപ്പിച്ച് ഷട്ടർ ഇടേണ്ടടുത്ത് ഷട്ടറിട്ട് വേഗത്തിൽ ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് പോകണം എന്നാണ്. അപ്പോൾ എല്ലാ ആരാധനയും അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കയറുണ്ടല്ലോ, അവിടെ അങ്ങ് 7ാം ആകാശത്തിൽ നിന്നും അള്ളാഹു മറുതലയിലും അതിൻ്റെ ഇപ്പുറത്തെ തല നമ്മളോട് പിടിക്കാൻ പറയാണ്. ആ ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കാരണം ബന്ധം ഉണ്ടാക്കിയെടുത്താൽ ആരാധനകൾ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഏറ്റവും വലിയ ആരാധന ഏതാ? നിസ്കാരമാണ്. എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മളടുത്ത് നിസ്കാരമാണുള്ളത്. അത് അതിപ്രധാനമാണ്. ഞാനത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന തല നരച്ച, താടി നരച്ച, അതല്ലെങ്കിൽ ഒരു മധ്യവയസ്ക കഴിഞ്ഞ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളെ ജീവിതത്തിൽ പ്രധാന അജണ്ട നിസ്കാരമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചോളൂ, ഒരു പുതിയ തലമുറയിൽ നമ്മളൊക്കെ പരാതി എന്താണ്? ആ പരാതി നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഇപ്പോൾ
നമ്മളെ സമ്മർ മോറൽ സ്കൂളുകൾ നടക്കുന്നവർക്ക് സമ്മറൈസ് മോറൽ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവധിക്കാലത്ത് നമ്മളെ ഹൈസ്കൂൾ മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക രാവിലെ. ഇന്നിപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അതിലൊന്നെന്താണെന്നറിയോ, ഒരു ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഡ്യൂട്ടിയായിരുന്നു ഇന്നത്തെ ടോപ്പിക് ഉണ്ടായിരുന്നത്. അതിലെന്താ ഒന്നെന്ന് ചോദിച്ചാൽ തിരക്കിനിടയിലെ നിസ്കാരമല്ല, നിസ്കാരത്തിനിടയിലെ ജോലികൾ എന്നാണ് അവരോട് നമ്മൾ പറഞ്ഞു വെച്ചത്. എന്നാൽ ഒരു തിരക്ക് വരുമ്പോഴേക്കും നിസ്കാരത്തിന് മാറ്റി വെക്കുക, നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ നിസ്കരിക്കുക. വേറെ പണിയൊന്നുമില്ല, ഫ്രീ ആണ്, കുഴപ്പങ്ങളോ വേറെ തിരക്കൊന്നുമില്ല. അപ്പം നമ്മൾ നിസ്കരിക്കുക, പള്ളിയിൽ പോവുക. തിരക്കൊക്കെ പിടിച്ച് ഒരു കല്യാണത്തിൻ്റെ ഇടയ്ക്ക്, ജോലി തിരക്ക് അല്ലെങ്കിൽ ഒരു യാത്രൻ്റെ ഇടയ്ക്ക്, അപ്പോഴൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണത്. ഇന്ന് രാവിലെ ഒരു 10-40 കുട്ടികൾ ഗേൾസും ബോയ്സും ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മളെ ചെറുപ്രായക്കാർ. ഓലോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ രാവിലെ നീക്കേണ്ടത് സുബിഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ്, എന്നിട്ട് സുബിഹിം നിങ്ങൾ തുടങ്ങണം, പഠിപ്പിച്ചു കൊടുക്കുക. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലെ അജണ്ട നിസ്കാരമായിരുന്നുവെങ്കിൽ പുതിയൊരു കാലഘട്ടത്തിൽ നിസ്കാരത്തെ പതിയപ്പോൾ എന്താ നിസ്കാരം പോയ പ്രശ്നം എന്നറിയോ? അസ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ തോന്നിയാസൊന്നും വിട്ടു നിർത്തുന്ന ഒരു ഘടകമാണ് നിസ്കാരം എന്നാണ്. ആ നിസ്കാരം ഒഴിവായാലോ എല്ലാ തോന്നിയാസവും നമ്മളിലേക്കുണ്ട് വരും. അതൊരു പവറാണ്. നിസ്കാരം നേരങ്ങത്തിൽ നിസ്കരിക്കും. നിങ്ങൾ ആലോചിക്കുക, അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂൽ 7ാമത്തെ വയസ്സ് മുതൽ തുടങ്ങാൻ പറഞ്ഞു. വേറെ ഏത് ആരാധന എങ്ങനെയുള്ളത്? 7ാമത്തെ വയസ്സ് മുതൽ തുടങ്ങണം, കൽപ്പിച്ചു തുടങ്ങണം. അടിക്കാൻ പറഞ്ഞൊരു വിഷയം 10ആയിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ തല്ലണം എന്നാണ് പറഞ്ഞത്. നമ്മളെ കണ്ട് ഉമ്മ രാവിലെ കുട്ടി നീക്കുമ്പോൾ നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് നിസ്കരിക്കണം നമ്മളെ കുട്ടികളിങ്ങനെ കാണണം. ബാപ്പ രാവിലെ സുബഹിക്ക് പോയി വരുന്നതും സുബഹിക്ക് പോണതും, സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ച് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്ന ബാപ്പനെ, ആണുങ്ങളെ പുതിയ തലമുറ വീട്ടിൻ്റെ അകത്തുനിന്ന് കണ്ടു വളരണം. കാരണം നിസ്കാരം മിസ്സായ പ്രശ്ന, പ്രിയപ്പെട്ടവരെ. നമ്മളെ കാസർഗോഡിൻ്റെ സമീപത്ത് കർണാടകയ്ക്ക് പ്രവേശിച്ച ഉടനെ ഒരു മെഡിക്കൽ ഹബ്ബുണ്ട്. പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെഡിക്കൽ ഹബ്ബുണ്ട്. അതിൻ്റെ ആ മെഡിക്കൽ കോളേജിൻ്റെ പിന്നിൽ നമ്മളൊരു പള്ളിയുണ്ട്. കുറച്ച് കാലം വരെ ഒരു മാസത്തിലൊരു 2 ആഴ്ച അവിടെ ക്ലാസ് എടുക്കാൻ പോകും. ആ പള്ളിയിലത്തെയും പള്ളിയിൽ അവിടെ പഠിക്കുന്ന നമ്മളെ മലബാർ ഏരിയയിലും ഇവിടെ കാസർഗോഡും കണ്ണൂരും ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറേ കുട്ടികൾ അവിടെ ക്ലാസ് കേൾക്കാൻ വരും. അപ്പോൾ ക്ലാസ് കേൾക്കാൻ വന്നൊരു ദിവസം നിസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്ത് തിരിച്ച് പോരുമ്പോൾ അസറിന് ശേഷം ക്ലാസ് ഉണ്ടാവും. മഗ്‌രിബും കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. നമ്മളെ കോഴിക്കോടോ മലപ്പുറത്തോ ഉള്ള ഒരു കുട്ടിയാണ്. 2ാം കൊല്ലം 3ാം കൊല്ലം അവിടെ പഠിക്കുകയാണ്. അവൻ വന്നിട്ടൊരു പരാതി പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളൊരു സീനിയർ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് നിസ്കരിക്കും, പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരത്തിനൊന്നും എന്തില്ല, ഒരു പ്രോപ്പറായിട്ട് സമയവും സംഗതി നമുക്ക് തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ നമ്മളെ പിന്നാലെ കൂടി പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ പിന്നാലെ നടന്ന ഞങ്ങൾക്കൊരു സീനിയർ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് ഞാൻ ക്ലാസ്സിന് വരുമ്പോൾ അവനെ വിളിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ക്ലാസ്സിനും കൂടി അവൻ വരുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം നിസ്കാരം തന്നെ ഇല്ല എന്നാണ്. ഇത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളെ കഥ മാത്രമല്ല ടോളിയും. ഇതിനൊരു ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ നിന്ന് വിട്ടാൽ പിന്നെ കുട്ടികളെ നമുക്ക് തിരിച്ച് നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, പ്രിയപ്പെട്ടവരെ, കഴിയില്ല. അതുകൊണ്ട് നിസ്കാരം എവിടെ നിന്ന് മിസ്സായി തുടങ്ങുന്നു? ആദ്യം മിസ്സാവ് എവിടെ എന്നറിയോ? ജമാഅത്ത മിസ്സാവുക. ഇത് പുരുഷന്മാർ ശ്രദ്ധിച്ചോളിയും. നമ്മളെ നിസ്കാരത്തിൻ്റെ മിസ്സിങ് തുടങ്ങി എവിടെ വെച്ചാൽ ജമാഅത്താണ്. പിന്നെ സമയം നഷ്ടം, സമയത്തൊന്നും വേണ്ട, തോന്നുമ്പോൾ എന്ത് ചെയ്യുക. അതുകൊണ്ടാണ് സുബീക്കൊന്നും ചിലപ്പോൾ പലപ്പോഴും പുതിയ തലമുറയിലെ കുട്ടികളെ സുബീക്കൊന്നും കിട്ടൂല. ഓല് നീക്കുമ്പോൾ ആ ഓലിക്ക് നിസ്കാരം ഉണ്ടാവും. ഇത് പുതിയ തലമുറ മാത്രമല്ല, പിശാച് ബാധിച്ച ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവുക. തോന്നുമ്പോൾ ചൊല്ലികളാവും, ഓലിക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ പതുക്കെ എന്നും സുബി ഇങ്ങനെ വൈകി നിസ്കരിക്കണ കാണുമ്പോൾ പിശാച് എന്താ ഇപ്പം എന്നും ഇപ്പം ഇങ്ങനെ തന്നെയാണല്ലോ, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ അങ്ങനെ പതുക്കെ സുബി ഇങ്ങനെ മിസ്സായി വരും. ദിവസത്തിൽ 5 ഉള്ളത് 4 ആയി വരും. പിന്നെ അത് വീണ്ടും ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ ആഴ്ചയിലൊരു നിസ്കാരമൊക്കെ ആവും. പിന്നെ പതുക്കെ ജുമ ഇങ്ങനെ മിസ്സായി തുടങ്ങും. അങ്ങനെ കുട്ടികൾ നിസ്കാരത്തിൽ നിന്ന് ഇങ്ങനെ മിസ്സായി പോണൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൻ്റെ അകത്ത് നിസ്കാരം എന്നുള്ള ഒരു അജണ്ടയായിട്ട് ഇബാദത്തുകളുടെ കൂട്ടത്തിലെ അതിപ്രധാന കാരണം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മളെ കുട്ടികൾ സത്യസന്ധന്മാരാകണമെങ്കിലും ഓല മനസ്സ് നന്നാകണമെങ്കിലും ഓല നിസ്കരിച്ചേ പറ്റൂ.
ഒരു നിസ്കരിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മളൊപ്പം കൂട്ടിയിട്ട് തന്നെ അവരെ നിസ്കരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമാണ്. പ്രായമായൊരു വാപ്പ, കല്യാണപ്രായത്തിയൊരു ചെറുപ്പക്കാരൻ എന്നും രാവിലെ കടന്നുറങ്ങുന്ന ആളാണ്. സുബിക്കൂല, ഒരു പരിധി ഉണ്ടാവില്ല. വാപ്പാരും കുറച്ചൊരായ ചെക്കന്മാർ അല്ലെങ്കിൽ മക്കൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന ആളുകളുണ്ടാണ്. ചിലപ്പോൾ ചില വാപ്പാര വോയിസ് എന്ത് ചെയ്യും, പിന്നെ വല്ലാതെ ഉണ്ടാവില്ല, മക്കളോട് വല്ലാതെ പറയാൻ പറ്റില്ല. അത് നമ്മളെ ദുരന്തമാണ് കേട്ടോളിയും. ബാപ്പാർക്ക് വോയിസ് ഇല്ലാത്ത ഒരു വീട് വരുമ്പോൾ അത് വല്ലാത്ത പ്രതിസന്ധിയാണ്. പക്ഷെ എന്നാലും വാപ്പ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ സുബീക്ക് പോകുമ്പോൾ നീക്കൂലെന്ന് അറിയാമെങ്കിലും ബാപ്പ 2 കൊട്ട കാലുമ്മേ അവൻ്റെ വാതിൽ പതുക്കെ തുറന്നിട്ട് 2 കൊട്ട് ഇട്ടിട്ടാണ് പോവുക. ബാപ്പാക്ക് അറിയാൻ വരൂലെന്ന്. പക്ഷെ മൂപ്പര് ഡ്യൂട്ടി എടുക്കുകയാണ്. വിളിക്കൽ എന്നുള്ള ഡ്യൂട്ടി ആയിരിക്കുന്നുണ്ട്, ബാപ്പക്കുണ്ട്. റിസൾട്ട് എന്താണെന്നുള്ളത് പഠിച്ചോനാ തരേണ്ടത്. ബാപ്പ മരിച്ചു, പിറ്റേ ദിവസം ഓൻ സുബീക്ക് പള്ളിയിലുണ്ട്. കാരണം കൊട്ടാൻ പിന്നെ ബാപ്പല്ല. അപ്പോൾ റിസൾട്ട് ഇത് എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല. അതുകൊണ്ട് നമ്മളെ അള്ള ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി ഉണ്ട്. അത് മറ്റുള്ളവരെ വെറുപ്പിക്കാതെ മതം ഒരു പ്രശ്നമാകാത്ത രൂപത്തിൽ നമ്മൾ മക്കളോട് മാന്യമായി ഇടപെട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബാദാത്തുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുടുംബത്തിൻ്റെ അകത്ത് അള്ളാഹുമായുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മാത്രമല്ല ടോളിയും, പിന്നെ ഈ അദ്കാറുകളുണ്ടല്ലോ. അപ്പം ഞങ്ങളോട് ചോദിക്കണം, ഞാൻ രാവിലെ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ രാവിലെ ഇരുന്നിട്ട് അദ്കാർ സ്വഭാവമുണ്ട്. രാവിലെ ഒരു 10-12 മിനിറ്റൊക്കെ ഇരുന്ന് ചൊല്ലാനുള്ള അദ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നമുക്കറിയാം, നമ്മൾ പല ആളുകളും. ഞാൻ കുട്ടികളോടൊന്ന് ചോദിച്ചു, നിങ്ങൾ എത്ര ആൾക്കാർ സ്ഥിരമായി അത് ചെല്ലുന്നുണ്ട് എന്ന്. ഒരു 50ൻ്റെ താഴെയുള്ള കുട്ടികളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ പെൺകുട്ടികളുടെ ഭാഗത്ത് 2 പെൺകുട്ടികൾ കൈബന്ധിച്ചു, ആൺകുട്ടികളുടെ ഭാഗത്ത് ഒരു ആൺകുട്ടിയും കൈബന്ധിച്ചു. എന്താണെന്നറിയോ, രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒന്നില്ലെങ്കിൽ മനപ്പാടുള്ളത് ചൊല്ലുക, അല്ലെങ്കിൽ നമ്മൾ ആപ്പുകളും പുസ്തകങ്ങളും തുറന്ന അദ്കാറുകൾ ചെല്ലുന്ന 3 കുട്ടികളെന്ന് അതിന് നമുക്ക് കിട്ടി. അത് വലിയൊരു അത്ഭുതമാണ്. ഇനി ഞങ്ങളോട് ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ, നമ്മളെ കൂട്ടത്തിൽ എത്ര ആൾക്കാർ അള്ളാഹുമായി നമുക്ക് സുരക്ഷിതത്വം തരാം എന്ന് പറഞ്ഞ അദ്കാറു സ്വബാഹും അദ്കാറുൽ മസാവും ചെല്ലുന്നവർ എത്ര ആൾ നമ്മളെ കൂട്ടത്തിലുണ്ട്? നിങ്ങളൊന്ന് കൈബന്ധിച്ചാളെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റൂല, നിങ്ങൾ പൊന്തിക്കാനും പാടില്ല. പക്ഷെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കും, നമ്മൾ എത്ര ആൾ ചെല്ലുന്നുണ്ടാവും? അതും അതിപ്രധാന പ്രിയപ്പെട്ടവർ. ദിക്റുകൾക്ക് വല്ലാത്ത പവറുണ്ട്. മോള് ക്യാമ്പസിലേക്ക് ഇറങ്ങാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ഉമ്മ പുറകുന്ന് വിളിച്ചിട്ട്, മോളെ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഒന്ന് ചൊല്ലടി എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ചൊല്ലിപ്പിച്ച് പറഞ്ഞേക്കണ എന്തിനാണെന്നറിയോ? എൻ്റെ കുട്ടി പോയതുപോലെ തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഓളെ മനസ്സും ശുദ്ധാവണം, ശരീരവും ശുദ്ധാവണം. ഒന്നിന് മാത്രം പോന്ന ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിക്കും പഠിക്കുന്ന ആൺകുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ ഓനോട് അതും ചെല്ലാൻ പറഞ്ഞു വിടുമ്പോൾ ഓൻ തിരിച്ചു വന്ന് അവൻ്റെ പാൻസൂരി നമ്മളത് അലക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓൻ്റെ കീശയിൽ നിന്ന് വേണ്ടാത്തത് കിട്ടാൻ പാടില്ല. അതിനാ ദിക്ർ. വീട്ടിൻ്റെ പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന ദിക്ർ ചൊല്ലണം. എന്തിനാണെന്നറിയോ? പിന്നെ വീട്ടിൻ്റെ അകത്തുനിന്ന് ഒച്ചപ്പാടുകളും ചീറ്റലുകളും പൊട്ടലുകളും ഈഗോ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പിശാചിനെ പുറത്തിറക്കുക. കാരണം പിശാച് ഉള്ളിലുണ്ട്. ബിസ്മില്ല ചൊല്ലാതെ വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ അവൻ അക്കോമഡേഷനും ഫുഡും ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ. അവിടെ അമ്മയും ബാപ്പയും തമ്മിൽ ഈഗോ ഉണ്ടാവും. മക്കളും ബാപ്പയും മക്കളും ഉമ്മയും തമ്മിൽ എന്തൊക്കെയോ ചെറിയ അഹങ്കാരങ്ങളും ഈഗോ പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം പിശാച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടാത്ത ഒച്ചപ്പാടുകളും ബഹളങ്ങളും ചീത്തവിളികളും പരസ്പരം അകൽച്ചകളും ഒക്കെ ഉണ്ടാവും. സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ചകളും ദേഷ്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം അവിടെ പിശാചുണ്ട്. അവൻ്റെ പണി അതാണ്. അവിടെ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ പിശാചിനെ പതുക്കെ ഇറക്കി വിടുകയാണ് അവിടെ നിന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇബാദാത്തുകൾ എന്ത് ചെയ്യുക, വീട്ടിൻ്റെ അകത്ത് പതിയെ നട്ടുപിടിപ്പിച്ച് നോക്കി. നിങ്ങൾ ചിലപ്പോഴൊക്കെ മുൻഗാമികളെക്കുറിച്ച് വായിക്കുമ്പോൾ ഒരു ചെറിയ മോൻ ബാപ്പനോട് പറയുന്നത്, ബാപ്പേ ഇന്ന ദിക്ർ നിങ്ങൾ 3 തവണ ചൊല്ലണത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ്. ഒരു ദിക്ർ പറഞ്ഞിട്ട് ആ ചെറിയ മോൻ ബാപ്പനോട് പറയണേ, ബാപ്പേ ഇന്ന ദിക്ർ നിങ്ങൾ 3 തവണ ചൊല്ലണത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അതിനർത്ഥം എന്താ? ബാപ്പ ചെല്ലണത് മോന് കേട്ടിരുന്നു, ബാപ്പ ചൊല്ലാറുണ്ട് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഭാര്യ വീട്ടിലിരുന്നിട്ട് ദിക്ർ ചൊല്ലിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
സുബഹിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴും ഭാര്യ വീട്ടിലിരുന്ന് അദ്കാർ ചൊല്ലുകയാണ്. അപ്പോഴാണ് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തത്, നീ ഇത്രയും സമയം ചൊല്ലിയ ദിക്റിനേക്കാളും നിങ്ങൾക്ക് മീസാനിൽ കനം തൂങ്ങുന്ന അള്ളാൻ്റെ അടുക്കൽ സമയം കിട്ടുന്ന പ്രതിഫലം കിട്ടുന്നൊരു ദിക്റ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്നാണ്. എന്നിട്ട് അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പവർഫുള്ളായ ഒരു ദിക്റ് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. പ്രഭാത അദ്കാറുകളുടെ കൂട്ടത്തിലുള്ളതാ. കുടുംബനാഥൻ കുടുംബിനിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ദിക്ർ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, രാത്രി ഇങ്ങനെ ഖുർആൻ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് മോനെങ്ങനെ ഓതുമ്പം അമ്മ അയ്യോ അത് അവിടെ തെറ്റുണ്ടല്ലടാ, ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യേ എന്ന് പറയാൻ പവറുള്ള ഉമ്മമാർ വളർന്നു വരുന്ന, ബാപ്പ ഉമ്മനെ തിരുത്തുന്ന, ഉപ്പാനെ ഉമ്മ തിരുത്തുന്ന രൂപത്തിലേക്ക് കുട്ടികൾ കണ്ട് എല്ലാവരും കൂടി ഖുർആൻ്റെ പഠിതാക്കളായി അമാനിമോളുടെ തഫ്സീർ ഒന്ന് വായിച്ച് നോക്കിങ്ങളെ. മെയ് 24 ഒരു ഖുർആൻ പരീക്ഷ വരികയാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മളെ അയൽക്കൂട്ടം നമ്മളുണ്ടാക്കിയത് നമുക്കൊന്നിങ്ങനെ ഇരിക്കാൻ. ആദർശ പ്രയാണം അഹ്ലുസുന്ന നമ്മൾ നാട്ടുകാർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാനും നമ്മളെ കുടുംബം നന്നാക്കാനും നമ്മളുണ്ടാക്കിയതാ എന്ന പോലെ നമ്മളൊരു ഖുർആൻ വിജ്ഞാന പരീക്ഷ നടത്തുകയാണ്, അല്ലെങ്കിൽ QHLSൻ്റെ ഭാഗമായിട്ട് പരീക്ഷ നടത്തുകയാണ്. സൂറത്തുൽ ഹജ്ജാണ്. എങ്ങനെയെന്നറിയോ? ഫോണിലാണ്. ഇങ്ങനെ ഉണ്ടാവും ചോദ്യങ്ങൾ, വൺ വേർഡ് ആൻസറുകൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ സൂറത്തുൽ ഹജ്ജ് ഒന്ന് പൂർണ്ണമായി വായിച്ച് തീർക്കണം. പഠന സഹായി നമുക്കുണ്ട്, നമ്മളൊന്ന് പ്രിൻ്റ് ചെയ്യണം. അല്ല വേണ്ട, ഒന്ന് അമാനിമൊരു തഫ്സീർ ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. ഒരു സൂറത്ത് ഒരു കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കണം എന്നാണ് നമ്മളെ കൂട്ടായ്മ നമുക്ക് തരുന്ന നിർദ്ദേശം. കാരണം നമ്മൾ പഠിക്കണം എന്നാണ്. അതിനുവേണ്ടി മെയ് 24 ഒരു പരീക്ഷ വെച്ചിരിക്കണം. ഒരു 1.5 മണിക്കൂർ ഇരുന്ന് എഴുതാനല്ല ഇങ്ങനെ ഓൺലൈൻ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകാനാണ്. പക്ഷെ അതിനൊന്ന് വായിച്ചു നോക്കണം. സൂറത്തുൽ ഹജ്ജ് നമ്മളെ വീട്ടിൻ്റെ അകത്തൊന്നും ഇങ്ങനെ വായിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരാധനകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷം നമുക്കെന്ത് ചെയ്യണം? വീട്ടിൻ്റെ അകത്ത് ഉണ്ടാകണമെന്ന് ഞാൻ 3 പറഞ്ഞു. 4-മത്തേത് പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയ തലമുറ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുണ്ടാവണം. എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ വഴി തെറ്റിപ്പോകുമ്പോൾ തിരിച്ചു വിളിക്കാനും തിരിച്ചു പിടിക്കാനും അവരെ ചേർത്ത് നിർത്താനും പറ്റുന്ന ഒരു കൂട്ടം, ഒരു കൂട്ടായ്മ, അതല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് അവർക്കുണ്ടാവണം. നമ്മളെ വിദ്യാർത്ഥി കൂട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവരാണ്. ഇപ്പം നോക്കിയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആരപ്പം നമ്മളെ നാട്ടിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്? നമ്മളെ കൂട്ടത്തിലുള്ള കുറേ കുട്ടികളുണ്ട്. നമ്മളെ നാട്ടിൽ പലപ്പോഴും പലരെയും പുതിയ തലമുറ മോശമായിട്ട് കാണുകയും അവരെ വിചാരിച്ചോടത്ത് കിട്ടണില്ല എന്ന് പറയുമ്പോഴും വലിയൊരു ഭാഗം നമ്മുടെ മക്കൾ ദീനിനു വേണ്ടി മുന്നോട്ടോടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ നാട്ടിലുണ്ടാവും അങ്ങനത്തെ ചെറുപ്പക്കാർ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അവരെ കൂട്ടത്തിൽ നമ്മളെ കുട്ടികളുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടി ആ മോശം കൂട്ടുകെട്ടുന്നൊക്കെ ഒന്നും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന സങ്കുചിതമായ ചിന്തയല്ല, വിശാലമായ ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. എൻ്റെ കുട്ടി ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും മതപരമായ നേതൃത്വം നൽകുന്ന രൂപത്തിലേക്ക് ലീഡറാക്കണേ എൻ്റെ കുട്ടിനെ എന്നാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിനർത്ഥം എന്താ? എൻ്റെ കുട്ടി ആ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരൊന്നും ഇങ്ങനെ കഴിച്ചില്ല ഒന്ന് രക്ഷപ്പെടാം, ആ കൂട്ടത്തിലൊന്നും പെടാതെ ഒരു തട്ടിമുട്ടി രക്ഷപ്പെട്ട് ഇങ്ങനെ പോന്നാൽ മതിയായിരുന്നു. അതല്ല നമ്മളെ ആ ലക്ഷ്യമല്ല. ആ ലക്ഷ്യം ചെറിയ ലക്ഷ്യം നമ്മളെ. അതിനപ്പുറം അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ നന്നാക്കാനും ദീന് പഠിപ്പിക്കാനും നല്ല നിലക്ക് മുന്നിൽ നടക്കുന്ന കുട്ടികളാക്കി എൻ്റെ കുട്ടിയെ മാറ്റണമേ എന്നതാണ് നമ്മുടെ അതിവിശാലമായ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അങ്ങനത്തെ ചില വട്ടങ്ങൾക്കുള്ളിൽ, വൃത്തങ്ങൾക്കുള്ളിൽ, മതപരമായ കൂട്ടായ്മകൾക്കുള്ളിൽ പലപ്പോഴും നമ്മൾ പറയും നമ്മളെ കുട്ടിക്ക് പഠിക്കാൻ സമയമില്ല, പിന്നെ ഇപ്പം എങ്ങനെ ആ കൂട്ടത്തിൽ പെടുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കുട്ടി പഠിക്കും, നമ്മളെ കുട്ടി ദീനിനെ ചുക്കാൻ പിടിക്കും. നാട്ടിലെ ഒരുപാട് കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന് അവരമ്മാർക്കും വാപ്പാർക്കും സമ്മാനിക്കും. ഉമ്മാരെയും വാപ്പാരെയും പ്രാർത്ഥന കിട്ടുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്കറിയോ, പല നാടുകളിലും എന്താണെന്നറിയോ, മക്കളിലൂടെ വാപ്പ അറിയപ്പെടുന്നതുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളെ ഇന്ന ആളെ കുട്ടി എന്നാണ് പറയുക, ഇന്ന ആളെ മോനാണ്, ഇന്ന ആളെ മോളാണ് എന്നാണ് നമ്മളൊക്കെ നാട്ടിൽ നമ്മളെ കുട്ടികൾ അറിയപ്പെടുക. എന്നാൽ നേരെ തിരിച്ച് ഇന്ന കുട്ടിയുണ്ടല്ലോ ഓൻ്റെ ബാപ്പയാണ് ഇത് ഇട്ടോളിയും, ഇന്ന കുട്ടിയുണ്ടല്ലോ ഓൻ്റെ അമ്മയാണ് ഇത് എന്ന് അറിയപ്പെടുന്ന കുറേ പല നാട്ടിലും കാരണം എന്താ വെച്ചാൽ ഓലാണ് നാട്ടിൽ അറിയപ്പെട്ടൊരു ദീനിൻ്റെ മുന്നിൽ നിന്ന്. അങ്ങനെ ഉള്ളവരുണ്ട് പ്രിയപ്പെട്ടവർ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ മാസത്തിൽ
നമ്മളെ കൂട്ടായ്മക്ക് നേതൃത്വം നൽകിയിരുന്ന വിദ്യാർത്ഥി കൂട്ടായ്മക്ക് നേതൃത്വം നൽകിയിരുന്ന പറഞ്ഞാൽ നമ്മളൊക്കെ അറിയണ ദാവാരംഗത്തുള്ള ഒരാളുടെ ഉമ്മ മരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക്, തിരൂരിലേക്ക്, താനൂരിലേക്ക് ഉമ്മനെ കൊണ്ടുവരികയാണ് മയ്യത്തുമായിട്ട്. അവിടെ താമസിക്കുന്നിടത്തുനിന്ന് സ്വന്തം നാട്ടിലേക്ക് ഉമ്മൻ്റെ മയ്യത്ത് കൊണ്ടുവരികയാണ്. ആ അമ്മക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ, മലയാളികളുള്ളിടത്തൊക്കെ പ്രാർത്ഥന നടന്നിട്ടുണ്ട്. വരുന്ന വഴിക്ക് പല പള്ളികളിലും ആ അമ്മക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നടന്നിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? ഉമ്മാനെ ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞോളന്നില്ല, പക്ഷെ അമ്മാൻ്റെ മോനെ ആർക്കറിയാമെന്നറിയോ? ദീനീ രംഗത്തുള്ള നാട്ടുകാർക്കറിയാം, ഇത് ഇന്ന ആളെ ഉമ്മയാണ്. ആ അമ്മ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രബോധകനാണ് ആ മകൻ. അതുകൊണ്ട് ആ മകൻ്റെ ഉമ്മ മുസ്ലിം കൈരളിയുടെ അല്ല, മുജാഹിദ് സലഫികളുടെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് കണ്ട് ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മയ്യത്ത് നിസ്കരിച്ച ആളുകൾ നമ്മളെ കൂട്ടത്തിൽ. അതൊരു പവറാണ് പ്രിയപ്പെട്ടവരെ, അതൊരു പവറാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിലത്തെ ഒരു കുട്ടിയെ, ഒരു ഹാഫിളായ കുട്ടി, ഒരു ദീനി രംഗത്തുള്ള കുട്ടി, നാട്ടിൽ ദീനിന് ചുക്കാൻ പിടിച്ച് അതേ ഡ്രഗ്സിൻ്റെ അടിമയായി പോകേണ്ട പ്രായത്തിൽ ചെറുതലമുറയെ പിടിച്ചുകൊണ്ടുവന്ന് ധാർമ്മിക വിദ്യാഭ്യാസം നൽകാൻ നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി കൂട്ടായ്മൻ്റെ തലപ്പത്ത് നിൽക്കാൻ മാത്രം പ്രാപ്തിയുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ബാപ്പാർക്കും ഉമ്മാർക്കും പറ്റും. നമ്മളാണ് അതിൻ്റെ കാരണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വളർത്തിക്കൊണ്ടുവന്ന് ലോകത്ത് പ്രഗത്ഭനാക്കിയത് ഉമ്മയായിരുന്നു. അതുകൊണ്ട് ബാപ്പക്കും ഉമ്മക്കും എന്തുണ്ട്, റോളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ കുട്ടി ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ വേണം. വൃത്തമില്ലാതിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ചാടിപ്പോവും. കുട്ടികളെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾക്കൊരു വൃത്തം വേണം. അതാണ് നാലാമത്തേത്. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തേത് എന്താണെന്നറിയോ? അഞ്ചാമത്തേത് അവർക്ക് കണ്ട് ജീവിക്കാൻ പറ്റിയ മാതൃകകളായി മുതിർന്നവർ മാറുക എന്നുള്ളതാണ്. മുതിർന്നവർ മാതൃകകളാവുക. ഞാൻ അതിങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വേഗം മനസ്സിലാവും. ഒരു 21 22 വയസ്സുള്ള പെൺകുട്ടിനെയും കൊണ്ട് ഒരു ബാപ്പ വന്നിട്ട് പറഞ്ഞു, നിക്കാഹ് ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞതാണ്. ഒരു കൊല്ലം മുമ്പ് നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞ് പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല, അവൻ ഗൾഫ് പോയതാണ്. സംസാരിക്കാൻ മുമ്പ് പറഞ്ഞ അടുത്ത മാസം, അതിൻ്റെ അടുത്ത മാസവും വരുന്നുണ്ട്, ഒരു കല്യാണം വെക്കണം, അവളെ പറഞ്ഞയക്കണം. പക്ഷെ ഇപ്പോൾ അവൾ പോണില്ല എന്നാണ് പറയണത്. വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്നുമില്ല, കല്യാണം നിക്കാഹ് കഴിഞ്ഞ് അവൻ ഗൾഫ് പോയി, അവൾ വീട്ടിൽ തന്നെയാണുള്ളത്, അവൻ്റെ വീട്ടിലേക്ക് പോലും. ഇപ്പോൾ അവൾ പോണില്ല എന്നാണ് പറയുന്നത്. അവനാണെങ്കിൽ അടുത്ത മാസം വരികയാണ്, നിങ്ങളൊന്ന് സംസാരിച്ചൊന്ന് ശരിയാക്കി തരണം എന്നാണ്. പ്രിയപ്പെട്ടവർ, ആ പെൺകുട്ടി സംസാരിച്ചു. പെൺകുട്ടി ദീർഘമായി സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിൻ്റെ പോക്ക് എങ്ങനെയെന്ന് മനസ്സിലായതുകൊണ്ട് സമയം ലാഭിക്കാനും ഓളെ പറച്ചിൽ കുറക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇടയിൽ കയറി ചോദിച്ചു, ബാപ്പ ഉമ്മനെ തല്ലണത് ഈ കണ്ടിട്ടുണ്ടോ എന്നാണ്. ഓളെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഓളത് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ബാപ്പ ഉമ്മനെ തല്ലണ ഈ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവൾ തല താഴ്ത്തിയിരുന്നു. ഉണ്ട് എന്ന് പറഞ്ഞില്ല, തല താഴ്ത്തിയിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എത്ര തവണ? 21 22 പ്രായമുള്ള ആ പെൺകുട്ടി പറഞ്ഞു, ഒരു തവണ. പക്ഷേ ഈ 22 വയസ്സിനിടയ്ക്ക് ഒരു തവണ തൻ്റെ ഉമ്മനെ ബാപ്പ തല്ലണത് കണ്ടപ്പോൾ തന്നെ അന്ന് മുതൽ ബാപ്പ പ്രതിപക്ഷത്താണുള്ളത്. അവളെന്നോട് പറഞ്ഞു, വീട്ടിലെ അടിമയാണ് ഉമ്മ, ഉടമയാണ് ബാപ്പ. ഇനി ഞാനും ചെല്ലുന്ന വീട്ടിൽ ഞാൻ എന്തിനാ അടിമയാകാൻ പോകുന്നത് എന്നൊരൊറ്റ ചോദ്യം ആ കുട്ടി ചോദിച്ചുള്ളൂ. കുട്ടികൾ പുതിയ കാലത്ത് കല്യാണം വേണ്ട എന്ന് പറയുന്നവരുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറയും. അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ആ കാരണത്തിൽ ഒരു കാരണം, പ്രിയപ്പെട്ടവരെ, മാതൃകാ ദമ്പതികളുടെ കുറവ് കാണുന്നത് വിഷയത്തിൽ നമ്മളെ കുട്ടികൾക്ക് നല്ലോണമുണ്ട്. ഒരു കാലഘട്ടത്തിൽ സുന്ദരമായി അത് നമ്മൾ കണ്ടുവന്നിരുന്നു. പക്ഷെ പുതിയൊരു കാലഘട്ടത്തിൽ പലപ്പോഴും അത് കണ്ടുവരുന്നില്ല. അത് ആണുങ്ങളെ ഭാഗത്തുനിന്ന് മാത്രമല്ല, നേരെ തിരിച്ചുകൊണ്ട് പറയാൻ. പക്ഷേ ഇവിടെ നമുക്ക് മാതൃകകളെ ഉണ്ടാക്കാൻ,
പുതിയൊരു തലമുറക്ക് കുടുംബജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നതിൻ്റെ ഹലാവത്തിനെക്കുറിച്ചും മാതൃകകൾ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. സൽസ്വഭാവികളാവുക എന്നുള്ളതാണ് അതിപ്രധാനമാണ്. നാട്ടിൽ നമ്മൾ എങ്ങനെയാണോ എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് വീട്ടിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത്. ഖിയാറുക്കും ലി നിസായിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അതാണ്. നീ നിൻ്റെ വീട്ടുകാരിയോട് നല്ല നിലക്ക് പെരുമാറുന്നുവെങ്കിൽ നീയാണ് നല്ലവൻ എന്നാണ്. ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലനെന്ന മാനദണ്ഡമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചിട്ടുള്ളത്. സ്ത്രീയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അള്ളാഹ്ക്ക് മുമ്പിൽ മാത്രമേ സുജൂദ് പഠിപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ പെണ്ണിനോട്, ഭാര്യയോട്, ആണിൻ്റെ മുമ്പിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു സമ്മിശ്രമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സ്ഥാപനമാണ്. ആദരിച്ച്, ബഹുമാനിച്ച്, സ്നേഹിച്ച്, പരസ്പരം മാന്യമായി ഇടപെടുന്നത് കണ്ട് മക്കൾ വളർന്നു വരുന്ന രംഗങ്ങൾ, സാഹചര്യങ്ങൾ വീട്ടിൻ്റെ അകത്തുണ്ടാവണം. കുട്ടികൾ മദ്രസയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ഖുത്ബയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ക്ലാസ്സുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ജീവിക്കുന്ന ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും കുടുംബത്തിൻ്റെ അകത്തെ ദമ്പതികളിൽ നിന്ന് പലപ്പോഴും അത് കേൾക്കുകയോ കാണുകയോ ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അത് അപകടം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫാത്തിമ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്തും കൂടെയുണ്ടായിരുന്ന മകളുടെ പേരാ പ്രിയപ്പെട്ടവരെ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമൻ്റെ ചെവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുണ്ടിലേക്ക് ചേർത്തിയിട്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി ഒന്നുകൊണ്ട് കരഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചു. ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ഫാത്തിമ എന്താ ബാപ്പ പറഞ്ഞത് ചെവിയിൽ രഹസ്യം എന്നുള്ളതാണ്. നോക്കിങ്ങളെ, ലോകത്തുനിന്ന് വിട പറയുമ്പോഴും തൻ്റെ സ്നേഹനിധിയായ ബാപ്പൻ്റെ അടുക്കൽ ഫാത്തിമ ബീവിയെ നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ തൻ്റെ ബാപ്പയിൽ നിന്ന് ഉമ്മ മരിച്ച് ഖദീജ ബീവി മരിച്ചിട്ടും ഫാത്തിമ ബീവിനെ വളർത്തിക്കൊണ്ടുവരുന്ന അള്ളാൻ്റെ റസൂലാണല്ലോ ബാപ്പയായത്. തൻ്റെ ഉമ്മൻ്റെ പോരിശയാക്കപ്പെട്ട കഥകൾ ബാപ്പൻ്റെ നാവുകളിലൂടെ കേട്ടിട്ടായിരുന്നു മകൾ ഫാത്തിമ ബീവി വളർന്നു വന്നത് എന്ന് നമ്മൾ അറിയണം. ഉമ്മൻ്റെ നല്ല നല്ല കാര്യങ്ങൾ ബാപ്പൻ്റെ നാവുന്നാണ് മക്കൾ കേൾക്കേണ്ടത്. നമ്മളമ്മല്ലേ എന്താലേ എന്ന് തുടങ്ങുന്ന കഥകൾ കേട്ട് മക്കൾ വളരണം. ബാപ്പനെക്കുറിച്ച് കുറ്റം പറയുന്ന, കുറവ് പറയുന്ന, ചീത്ത വിളിക്കുന്ന ഉമ്മമാരെയല്ല പുതുതലമുറക്ക് പരിഹാരമായി വേണ്ടത്. തൻ്റെ ഭർത്താവിനെ സ്നേഹത്തോടു കൂടി ചാരത്ത് നിൽക്കുകയും ബഹുമാനത്തോടു കൂടി അഭിസംബോധന ചെയ്യുകയും ബാപ്പയില്ലാത്ത സമയത്തും മക്കളോടൊപ്പം ഇരുന്ന് ബാപ്പയുടെ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മയിൽ നിന്ന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപാട് കേൾക്കാനും പറയാനും ജീവിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സൽസ്വഭാവം വീട്ടിൻ്റെ അകത്ത് അതിപ്രധാനമാണ്. നാട്ടുകാരോട് ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്നതിനേക്കാൾ, അവരോട് ഏറ്റവും കൂടുതൽ നന്നായി സംസാരിക്കുന്നതിനേക്കാളും അതിൻ്റെ അവകാശികൾ വീട്ടിൻ്റെ അകത്തുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, വിവാഹം ചെയ്ത് ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ടാവാം. അവിടെ നിങ്ങൾക്കൊരു ഉമ്മയുണ്ടാവാം. ആ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, അയൽവാസിയുടെ വീട്ടിലെ ഉമ്മയേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വേണ്ടത് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ ആ കാണുന്ന രൂപത്തിലേക്കാക്കി നിങ്ങൾക്ക് സമ്മാനിച്ച നിങ്ങളുടെ ആ ഉമ്മയോടാണ്. ആ ഉമ്മക്ക് പ്രായം കൊണ്ട് ചിലപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളോട് ഇടപഴകുന്നതിലും പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആ നിസ്കാരക്കുപ്പായമിട്ട് നമസ്കാരം കഴിഞ്ഞ് ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തുമ്പോൾ, പടച്ചോനെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മക്ക് എന്നോട് നല്ല രൂപത്തിൽ പെരുമാറാൻ, എന്നോട് വല്ലാത്ത മഹബത്ത് അവരുടെ മനസ്സിൽ നീ തോന്നിപ്പിക്കണേ എന്ന് നിസ്കാരക്കുപ്പായം അഴിച്ചു വെക്കുന്നതിൻ്റെ മുമ്പ് സലാം വീട്ടി പ്രാർത്ഥനകളുടെ കൂട്ടത്തിലേക്കുള്ള പ്രാർത്ഥനയിൽ ആ ഭർത്താവിൻ്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതികൾ തീരും. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മക്കൾ കൊണ്ടുവന്ന പെൺകുട്ടികളുണ്ടല്ലോ, ഒരു വലിഞ്ഞു കയറി വന്നവരല്ല. നിങ്ങൾ പോയി കണ്ട് മഹർ നിശ്ചയിച്ച് 4 ആളെ മുന്നിൽ വെച്ച് മഹർ നിശ്ചയിച്ച് പറഞ്ഞ്
നിക്കാഹും ചെയ്ത് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അവരെ നിങ്ങളെ പെൺകുട്ടികളെ നോക്കുന്നതിനേക്കാളും അമാനത്തോടു കൂടി നോക്കേണ്ടവരാണ്. കാരണം കൂട്ടിക്കൊണ്ടുവന്നതും വിളിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് അപ്പുറത്തെ അയൽവാസിയുടെ വീട്ടിലെ ആൺകുട്ടിയുടെ ഭാര്യയെ പരിഗണിക്കുന്നതിനേക്കാളും മരുമകളെ പരിഗണിക്കുന്നതിനേക്കാളും പരിഗണന കൊടുക്കേണ്ട. പ്രായം കൊണ്ട് പ്രശ്നം ഉണ്ടാവും. നിങ്ങളെ പ്രായത്തേക്കാൾ 15, 20, 22 പ്രായം കുറവാന്ന് പറയുമ്പോഴേ പക്വത കുറവുണ്ടാവും, അനുഭവ സമ്പത്ത് കുറവുണ്ടാവും. സ്വന്തം പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നത് പോലെ, ചീത്ത പറയുന്നത് പോലെ സ്നേഹത്തോടു കൂടി അവളെ നിങ്ങൾക്ക് ചീത്ത പറയാം, സ്നേഹത്തോടു കൂടി അവളെ തിരുത്താം, അവൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടിൻ്റെ അകത്ത് ചുമരുകൾക്കിടയിൽ 4 മനസ്സുകളാണെങ്കിൽ ആ 4 മനസ്സും ഒരേ റൂട്ടിൽ പോകണം. 2 അടുപ്പ് ചിന്തിക്കുന്ന അവസ്ഥ വീട്ടിൻ്റെ അകത്ത് ഉണ്ടാവാൻ പാടില്ല. പുരുഷന്മാരെ, നമ്മളാണ് ഇടപെടേണ്ടത്. അല്ലാഹ് നമ്മളെ കയ്യിലേക്കാണ് കുടുംബത്തെ തന്നിട്ടുള്ളത്. ഉണ്ട്, കുടുംബത്തിൻ്റെ അകത്ത് ചില കെമിസ്ട്രികൾ വർക്ക് ചെയ്യില്ല. അവിടെ അത് വർക്ക് ചെയ്യാൻ ഹിക്മത്ത് എടുക്കേണ്ടതും പ്രയോഗവൽക്കരണം നടക്കേണ്ടതും ബുദ്ധിയുള്ള പുരുഷന്മാരാണ്. ഒരു പക്ഷം ചേരേണ്ടവരല്ല, ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തെ കുറ്റപ്പെടുത്തേണ്ടവരല്ല. 2 ഭാഗത്തെയും ചേർത്തിപ്പിടിച്ച് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവും പ്രാപ്തിയും തന്നവരാണ്. ഒരു കച്ചവട സ്ഥാപനം മുന്നോട്ട് സുന്ദരമായി കൊണ്ടു നടക്കുന്നു. ധനസമ്പാദന മാർഗത്തിൽ നമ്മൾ അഗ്രഗണ്യന്മാരാണ്. പിന്നെ എന്ത് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ അകത്ത് അസ്വാരസ്യങ്ങളില്ലാതെ ഇരുത്തി സംസാരിക്കേണ്ടിടത്ത് ഇരുത്തി സംസാരിച്ച്, വിളിച്ച് രഹസ്യമായി സംസാരിക്കേണ്ടിടത്ത് രഹസ്യമായി സംസാരിച്ച്, ഷോൾഡറിൽ തട്ടേണ്ടിടത്ത് തട്ടിയിട്ടും, ഒന്ന് ഗൗരവത്തിൽ ഒച്ചയിട്ട് സംസാരിക്കേണ്ടിടത്ത് ഒച്ചയിട്ട് സംസാരിച്ചും, ഇതൊന്നിങ്ങനെ പതിയെ പതിയെ മുറുക്കേണ്ടിടത്തൊന്ന് സ്ക്രൂ മുറുക്കിയും ഒന്ന് ലൂസാക്കേണ്ടിടത്ത് ലൂസാക്കിയും കൊണ്ടുപോകാൻ തന്നെയാ പ്രിയപ്പെട്ടവരെ ഇത് നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത്. അത് ആ ഡ്യൂട്ടി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10-11 ഭാര്യമാരെ കൊണ്ട് നടന്ന് അവിടെ എടുത്ത ഹിക്മത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഉമ്മാൻ്റെ ഇടയിലും ഭാര്യൻ്റെ ഇടയിലും പെമ്മക്കളുടെ ഇടയിലും അതുപോലെ തന്നെ തൻ്റെ അനുജൻ്റെ ഭാര്യയുടെ ഇടയിലുമൊക്കെ നടത്തേണ്ട സുൽഹിനെക്കുറിച്ചും നമുക്ക് ചരിത്രങ്ങളിൽ നിന്നുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി ഒരു മാതൃകാ കുടുംബമാക്കി നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ അത് കണ്ടിങ്ങനെ വരും. കാരണം അവർക്കവിടെ സന്തോഷമാണ്, അവർക്കവിടെ ആഹ്ലാദമാണ്, അവർക്കവിടെ ആനന്ദമാണ്. അവർ അങ്ങനെ സ്നേഹം ആസ്വദിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയ തലമുറയിലെ കുറേ പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് നമ്മളോട് തുറന്ന് പറഞ്ഞ് നമ്മൾ ചേർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ, ഒന്ന് പ്രിയപ്പെട്ടവർ വിശ്വാസമാണ്. വിശ്വാസത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ, വാപ്പൻ്റെ മൗലൂദല്ലേ, അതുകൊണ്ട് കുട്ടികളൊക്കെ ഒന്നാണ്ട് പൊയ്ക്കോട്ടെ, എന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് ഓല ഇഷ്ടപ്രകാരം ചെയ്തോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കയ്യൊന്ന് പോകും. പ്രിയപ്പെട്ടവരെ, നമ്മളെ കയ്യൊന്ന് പോകും. അതിപ്പോൾ സ്വർണ്ണമല്ലേ, ആൺകുട്ടിയൊക്കെ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അങ്ങനെ ഇപ്പം കെട്ടാതിരിക്കുക എന്നൊക്കെ വിചാരിച്ച് ദീനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ഈ പറഞ്ഞതൊന്നും നമ്മളെ കുടുംബത്തിൽ ഇറക്കൂല. പ്രിയപ്പെട്ടവരെ, ഭാര്യ മഹറിൻ്റെ മാലയും ഊരിയിട്ട് നിങ്ങൾ വല്ലാതെ ഇടങ്ങേറാവില്ലേ, എന്നാൽ അതൊന്നും കൊണ്ടുപോയി വെച്ചോളി, ഇപ്പോൾ സ്വർണ്ണത്തിന് നല്ല വില, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമുക്കതൊരു അസറ്റായിരുന്നു, വിൽക്കണ്ട, നിങ്ങൾ ഇതൊന്ന് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ വേഗം പൈസ കിട്ടുമല്ലോ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ രൂപത്തിലൊക്കെ 1-2 മാസം കൊണ്ട് ആ പൈസ തിരിച്ചു കിട്ടുമല്ലോ, അപ്പം നമുക്കണ്ട് എടുക്കുക, അള്ളാഹ്ക്കിപ്പോൾ അതറിയാലോ എന്നും പറഞ്ഞ് തോന്നിയാസം പറഞ്ഞ് ഭാര്യ മഹറുമാലയും കയ്യെപ്പിടിച്ച് വരുമ്പോൾ ഭർത്താക്കന്മാരെ നമുക്ക് പറയാൻ കഴിയണം, വേണ്ട, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാ, ദുമ്മത്തൊട്ടാൽ കൈ മാത്രമല്ല പൊള്ളുക, ദുനിയാവ് മൊത്തത്തിൽ പൊള്ളും എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. വാഹനം പോർച്ചിൽ വേണമെന്നൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടിടത്തേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോയാൽ മതി. ഞാൻ അരമണിക്കൂർ ബസ് കാത്തുന്നാലും ശരി, പോർച്ചിൽ അടവിന് പലിശക്കും അടച്ച് കൊണ്ടുവന്ന് കിടക്കുന്ന ഒരു വാഹനം ഉണ്ടെങ്കിലേ അള്ളാഹിനോടാണ് യുദ്ധം ചെയ്യുന്നത്, അള്ളാഹിൻ്റെ റസൂലിനോടാണ് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധം എന്താണെന്നറിയോ? ആ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുക മാത്രമല്ല പരാജയപ്പെടുക കൂടി ചെയ്യുമെന്ന് നമ്മൾ അറിയണം, ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീടിൻ്റെ അടിത്തറയും ചുമര് വെച്ച സിമൻറ്റും അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എടുത്തതും പോർച്ച് കെട്ടിയതും അതിൻ്റെ മോൾക്ക് റൂം എടുത്തതും AC വെച്ചതൊക്കെ പലിശൻ്റെ പൈസയാണെങ്കിലേ
കഴിയില്ല പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് പോകാൻ കഴിയില്ല. ബർക്കത്തൊന്നും ഉണ്ടാവില്ല, വേഗത്തിൽ തീരുമാനമാക്കി കിട്ടും. അതുകൊണ്ട് അത്തരം പണിക്കൊന്നും ദീനിലൊരു അഡ്ജസ്റ്റും നമ്മൾ തയ്യാറാവണ്ട. ദീനല്ലാത്ത നിങ്ങൾ എന്ത് അഡ്ജസ്റ്റും? വാപ്പ മരിച്ചു, 10 കുട്ടികളുണ്ട്, ഞമ്മക്കുള്ള സ്വത്തിൽ നിന്ന് ആരൊക്കെ ചോദിക്കണ്ട എനിക്ക് തരുമോന്ന്. പ്രിയപ്പെട്ടവർ, അത് കൊടുത്തോളിയും. അവിടെ ഒന്നും നമ്മൾ മസലും പിടിച്ച് നിൽക്കണ്ട. പക്ഷേ ആ വാപ്പ മരിച്ചപ്പോൾ 40 മൗലൂദ് വെച്ചപ്പോഴേ പെങ്ങന്മാരും ഏട്ടന്മാരും അഞ്ചന്മാരൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പോണില്ല. നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ബാപ്പനോട് സ്നേഹമില്ലാത്തവൻ. പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, അത് ദീനാണ്. സ്വത്ത് വിഭജിക്കുമ്പോഴേ എൻ്റെതും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഇത് കുറച്ചെടുത്തോ ബാക്കി എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ആ ദുനിയാവിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റേ നമുക്കുള്ളൂ. ആഖിറത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് എന്തില്ല എന്നറിയോ? അവിടെ പോയി മുണ്ടാതിരിക്കുക, അവിടുത്തെ ചോറ് തിന്നാതെ പതുക്കുക, അതൊന്നും വിചാരിക്കണ്ട. നമ്മളണ്ട് വിട്ട് നിൽക്കണോടുകൂടി അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മളെ അഞ്ചന്മാർ വിചാരിക്കണം, നമ്മളെ ഏട്ടന്മാർ വിചാരിക്കണം. ഓൻക്കായിരുന്നല്ലോ ബാപ്പനോട് നല്ല സ്നേഹം, അവസാനം വരെ ഓൻ്റെ കൂടെയാണല്ലോ, വാപ്പൻ്റെ കൂടെ ഓനാണല്ലോ ഉണ്ടായിരുന്നത്, എന്നിട്ടിപ്പോൾ എന്തേ മൗലൂദിന് ഓൻ പങ്കെടുക്കാത്തത് എന്ന് നമ്മൾ അഞ്ചന്മാർ ചിന്തിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് ദീനിക്ക് വരണം പ്രിയപ്പെട്ടവരെ. കഴിയണം. ഈ എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഗാനമേള വെക്കുന്നുണ്ടെങ്കിൽ ഈ എൻ്റെ കല്യാണം നടത്തിയാൽ മതി, ഞാനുണ്ട് വരില്ല എന്ന് പറയാനുള്ള പവർ വീട്ടിൻ്റെ അകത്ത് ഞമ്മക്കുണ്ട് ഉണ്ടാവണം. അപ്പോൾ ആ വീട്ടിൻ്റെ അകത്ത് എന്ത് ചെയ്യും? അത്തരം തോന്നിയാസങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ ദീനിൽ നമ്മളെന്താണ് മാന്യമായ രൂപത്തിൽ കണിശത പാലിച്ചു പോകണം. പക്ഷെ ദുനിയാവിൻ്റെ വിഷയത്തിൽ നമുക്ക് ഓനോടെന്തും പറയാം, ഓളോടെന്തും പറയാം, അതിനൊക്കെ പ്രശ്നത്തിന് പരിഹാരം അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓനെ വിളിക്കുക, ഓളെ വിളിക്കുക. ആ തലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വളരണം. കാരണം ദീന് കൂടുന്തോറും സ്വഭാവം കൂടുന്നാണ് ദീന് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാതെ ദീന് കൂടുന്തോറും ആൾക്കാർ നമ്മന്ന് അകലെയല്ല, ആൾക്കാർ അടുത്തുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ തലമുറക്കും നമുക്കും രക്ഷയുണ്ടാകുന്നത് വിശ്വാസം കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് അഹ്ലുസുന്ന ആദർശ പ്രയാണം നമ്മൾ നടത്തുന്നത്. നിങ്ങൾ ആലോചിക്കും എത്രങ്ങാനും മനുഷ്യന്മാരാ പ്രിയപ്പെട്ടവർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കർണാടകയിലെ കുടകിലേക്കൊരു യാത്ര സഹപ്രവർത്തകരുമായി പോയപ്പോൾ അവിടെ ഒരു ജാറുണ്ട് എന്നാ, പലരും പരിചയമുള്ളവർ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടുത്തെ അമുസ്ലിങ്ങൾ വരിക. ഇപ്പം നമ്മളൊരു ആശയത്തിലുള്ള ഒരാളെ സന്ദർശിക്കാൻ കൂടിയിട്ടാണ് നമ്മളവിടെ പോയത്. അപ്പോൾ മൂപ്പരൊരു അയൽവാസിയുടെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, അദ്ദേഹം ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അയൽവാസികൾ വന്ന് പറയാത്ര, മുസ്ലിങ്ങളായ അയൽവാസികൾ വന്ന് പറയാത്ത, നിങ്ങൾക്ക് ആ ദർഗയെ കിടക്കുന്ന ആളോട് തേടിയപ്പോൾ നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീരൂലെന്നാണ്. അമുസ്ലിങ്ങൾ പോലും അവർ വിചാരിക്കുന്നത് പോലും എന്താണ് ഇത് എന്നാണ്. അങ്ങനത്തൊരു നാട്ടിൽ നിന്നും അങ്ങനത്തൊരു കാലത്ത് നിന്നും നമ്മളെ നാട്ടുകാർ ഇതെന്താണെന്ന് പറയും, വാശിയല്ല പ്രിയപ്പെട്ടവരെ. അള്ളാൻ്റെ റസൂലിനെ എളാപ്പ സ്വീകരിക്കാതെ വന്നപ്പോൾ വേദനയെ വന്ന്. കാരണം എന്താണെന്നറിയോ? സ്നേഹമാണ്. തൻ്റെ നാട്ടുകാർ ഞാൻ പറയുന്നത് അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യാതിരുന്നാൽ എൻ്റെ നാട്ടുകാർ പടച്ചോനെ നരകത്തേക്കല്ലേ പോകുക എന്ന വേദന അള്ളാൻ്റെ റസൂലിനെ അലട്ടിയിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ വാഹനത്തിൽ മൈക്ക് കെട്ടി ഇറങ്ങണത് തെരുവിലേക്ക്. കാരണം ഒരു ഷോപ്പിലും ഈ ദീനറിയാത്ത ഒരാളുണ്ടാവാൻ പാടില്ല. ഒരു ഊട് വഴികളിലെയും വീടകത്ത് അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും ഒരു വല്യമ്മയും ആദർശം അറിയാത്തവരുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് സന്ദേശത്തിന് വേണ്ടി ലഘുലേഖയും കയ്യിൽ പിടിച്ച അയൽക്കൂട്ടത്തിന് ഈ കൂട്ടത്തിലുള്ള മനുഷ്യന്മാർ നമ്മളെ പല വീട്ടുകളിലും വന്നതെന്താണെന്നറിയോ? ഇങ്ങനത്തെ ഒരു വർത്താനം നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. ഇത് സ്നേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഖുത്തുബക്ക് പോകുമ്പോൾ നീ വരുന്നില്ലടി, ഖുത്തുബ ഉണ്ട്, മലയാളത്തിലാണ്, പെണ്ണുങ്ങളൊക്കെ പങ്കെടുക്കുന്ന പള്ളിയാണ് നമ്മളെ പള്ളി. കാരണം മറിയം ബീവി മസ്ജിദുൽ അഖ്സയിലാണ് വളർന്നു വന്നത് എന്ന് നമ്മളെ അയൽവാസിനിയോട് പറഞ്ഞ് അവളെ കൂടെ കൂട്ടാൻ നമുക്ക് കഴിയണം. നീ പോരുന്നില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിലാണ് ഖുത്തുബ പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ ഖുത്തുബ പറയുന്നത്. നീ പോരടാ എന്നും പറഞ്ഞ് പ്രവർത്തകനെ കയ്യും പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. സ്നേഹമാണ്. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? സ്നേഹം ഉണ്ടാവില്ല. നമ്മളെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ച് നമ്മൾ ജീവിക്കണം. ചിലപ്പോൾ നമ്മളെ വസ്ത്രം കൊണ്ടാവാം ചില ആൾക്കാർക്ക് ദീന് കിട്ടുക, ചിലപ്പോൾ നമ്മളെ താടി ഉണ്ടാവാം ചില ആൾക്കാർക്ക് ദീന് കിട്ടുക, ചിലപ്പോൾ നമ്മളിങ്ങനെ പാൻസും വസ്ത്രമൊക്കെ ഇങ്ങനെ ഞെരിയാണിക്ക് മുകളിൽ കയറ്റിയെടുക്കുന്ന കാണുമ്പോഴാവും ചിലർക്ക് അത്ഭുതം. അതിപ്പോൾ എന്താ അങ്ങനെയെന്നാണ്. പണ്ടത്തെ മുൻഗാമികളെ ചരിത്രം വായിക്കുമ്പോൾ ഓലൊക്കെ ഒരു നാട്ടിൽ കൂടെ നടന്നു പോയാൽ തന്നെ അവിടെ ദീന് പ്രചരിക്കുന്ന, നടന്നു പോയാൽ ആരോടും മുണ്ടൊന്നും വേണ്ട, ഓല അദ്ദേഹം നടന്നു പോയാൽ തന്നെ ആ നാട്ടിൽ ദീന് ഉണ്ടാവുന്നതാണ്.
ആ തലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ വളർന്നു വരിക അവസാനിപ്പിക്കുകയാണ്. അവസാനം എന്താ, അതേപോലെ ഒരു സിറ്റ് ഔട്ട് ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വീട്ടിൽ ചെരുപ്പ് ഊരിയിട്ട് അങ്ങോട്ട് കയറുക. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം കാണുന്നത് ഒരു ഹാളാണ്. ആ ഹാളിലാണ് ഒരു പക്ഷേ നമ്മളെ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉള്ള വലുതുള്ളത്. അവിടെ നമ്മളെ മയ്യത്തും കടത്തുക. എൻജിനീയർ പ്ലാൻ വരച്ചപ്പോൾ കുറേ കാലമായിട്ട് പണ്ട്, ഇപ്പോൾ കുറേ അടുക്കളയ്ക്ക് വിശാലത വരുന്നുണ്ട്, എങ്കിലും ഈ ഹാളിൻ്റെ അത്ര അടുക്കളക്കും വിശാലത വരുന്നില്ല. കാരണം ഈ ഹാൾ അതിപ്രധാന, കല്യാണത്തിൻ്റെ തലേദിവസവും ഫംഗ്ഷൻ്റെ തലേദിവസമൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഹാളാണ് അത്. ആ ഹാളിൽ നമ്മളെ മയ്യത്തും അവിടെ തന്നെ കടത്തുക പ്രിയപ്പെട്ടവരെ. സോഫയൊക്കെ മാറ്റിയിടും, എന്നിട്ട് അവിടെ ഒരു 4 കാലുള്ള കട്ടിൽ പിടിച്ചിട്ടിട്ട് മയ്യത്തായ ഉടനെ ചിലപ്പോൾ പുറത്തു പോയിട്ട് തുണിയൊന്നും വാങ്ങാൻ സമയം ഉണ്ടാവില്ല, നമ്മളെ കൊടുത്ത തുണി ഷെൽഫിലുണ്ടാവും, ആ വെള്ള തുണി എടുത്താൽ പുതച്ചിടും. സമയം കഴിയും തോറും കുളിപ്പിക്കാൻ കടത്തും. കുളിപ്പിച്ച് പുറത്തിറക്കി കെട്ടഴിച്ചിട്ട് ഇനി ആരെങ്കിലും കാണാണ്ടോന്ന് ഈ സിറ്റ് ഔട്ടിൽ വന്നിട്ടാ വിളിക്കുക. ഉറക്കെ പറയും. നാട്ടിൽ ചിലപ്പോൾ ശബ്ദം കൂടിയ മയ്യത്ത് കുളിപ്പിക്കണൊക്കെ ഒരാളുണ്ടാവും, ഇനി ആരെങ്കിലും കാണാണ്ടോ ചോദിക്കും. കാണലിന് വലിയ പ്രത്യേകത ഇല്ലെങ്കിലും അത് നമ്മളെ നാട്ടിലൊരു ചടങ്ങാണ്, ഒരു സ്നേഹബന്ധമാണ്. അപ്പോൾ ചില ആൾക്കാർ വൈകി വന്നവരുണ്ടാവും, കണ്ടോരെന്നെ പറയും കൂടെ ജീവിച്ച ആളാണല്ലോ ഒന്നുകൂടി കാണാമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ കെട്ടിങ്ങട് അഴിച്ചിട്ടേ കഫം പുടവൻ്റെ മുഖത്തെ ഭാഗം 2 ഭാഗത്തേക്കുണ്ട് തിരിച്ചിട്ട് കണ്ടുകൊണ്ട് തിരിച്ചായി എല്ലാവരും ഇറങ്ങുമ്പോൾ വീണ്ടും കണ്ട് തിരിച്ച് കിട്ടും. എന്നിട്ടൊരു പോക്കുണ്ട്. ആ പോക്ക് ഖബർ കുഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് ആ പോക്ക്, അതിനനുസരിച്ച് സമയം ക്രമീകരിക്കുക. കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഖിബിലക്ക് അഭിമുഖമായിട്ട് വലതുവശത്തേക്ക് ചേർത്തി കിടത്തി മൂടുകല്ലും വെച്ച് അതിൻ്റെ ഉള്ളത്തെ ആളിങ്ങനെ കയറിയിട്ട് നമ്മൾ 3 പിടി മണ്ണും വാരിയിട്ട് നമ്മൾ മാറി നിൽക്കും. മണ്ണിട്ട് ഫില്ലാക്കി തസ്ബീഹത്തും ചൊല്ലി എല്ലാവരും തിരിച്ചു പോരുമ്പോഴേ നമുക്ക് എന്തു വേണമെന്നറിയോ? വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, പ്രാർത്ഥിക്കുന്ന ചില സന്താനങ്ങൾ ഉണ്ടാവണം. അതിന് പണിയെടുത്തേ പറ്റൂ പ്രിയപ്പെട്ടവരെ, പണിയെടുത്തേ പറ്റൂ. സ്വാലിഹായ സന്താനം എന്ന് നബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 കുട്ടികളുണ്ടായതുകൊണ്ട് എല്ലാവരെയും പ്രാർത്ഥന കിട്ടിക്കൊള്ളണമെന്നില്ല. 5 മക്കളുണ്ടായതുകൊണ്ട് 5 ആളെയും പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചോളണമെന്നില്ല. പക്ഷേ സ്വാലിഹായ സന്താനത്ത്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണിയെടുക്കാൻ അള്ളാഹ് പറഞ്ഞയച്ച ഈ സമയത്ത് നമ്മളുടെ ദീനിൻ്റെ ആൾക്കാരായി പണിയെടുക്കുക. നമ്മളെ കൂട്ടത്തിലെ നമ്മളെ കുടുംബത്തിലെ കുട്ടികളെ ചേർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക. പ്രാർത്ഥിക്കൂ. അവർ നാട്ടിലെ കുട്ടികളോടൊക്കെ ഒന്ന് കുശലം അന്വേഷിച്ച്, പള്ളിക്കൊന്നും കാണുന്നില്ലല്ലോ, എന്താപ്പം ക്ലാസ്സിനൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് കുടുംബത്തിലേതൊന്നും ആകേണ്ട പ്രിയപ്പെട്ടവരെ, നാട്ടിലെ കുട്ടികളൊക്കെ ചോദിക്കുക, നമ്മൾ മരിച്ചുപോയി ഓലും പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ദുനിയാവെന്ന് വിട പറയുമ്പോൾ ഒരുപാട് മനുഷ്യന്മാരുടെ പ്രാർത്ഥനകൾ കിട്ടുന്ന അടയാളങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ദുനിയാവെന്ന് വിട പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, വന്നുപോയ അബദ്ധങ്ങളെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ജീവിക്കാൻ നീ തന്ന അവസരങ്ങളിലെല്ലാം തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മക്ക് ലീഡറാകാനും പടച്ചോനെ ഞങ്ങൾക്ക് നീ തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹ്, വിചാരണ കൂടാതെ നിൻ്റെ സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. പടച്ചോനെ, രോഗമുള്ളവരുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ, ഷിഫ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. കടമുള്ളവരുണ്ട് റഹ്മാനെ, നീയാണ് ധന്യൻ, ഞങ്ങളുടെ കടം നീ വീട്ടിത്തരണമേ റഹ്മാനെ. പടച്ചോനെ, കുടുംബത്തിൻ്റെ അകത്ത് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റഹ്മാനെ, മാനസിക വേദന അതുകൊണ്ടുണ്ട്. ആ മനസ്സിൻ്റെ വേദന മാറ്റാൻ, ആ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനോ അതിനെ പരിഹരിക്കാനോ നീ ഞങ്ങളുടെ മനസ്സുകളെ വിശാലമാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഖബറിനടിയിലാണ്, മണ്ണിനടിയിലാണ്. അവരുടെ മുഖങ്ങൾ ഇതാ ഞങ്ങളുടെ മനസ്സുകളിലേക്ക് വരുന്നുണ്ട്. പടച്ചോനെ, ഖബർ വിശാലമാക്കി കൊടുക്ക് റഹ്മാനെ. പടച്ചോനെ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്ക് റഹ്മാനെ. അല്ലാഹ്, അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളിലും സമ്പത്തിലും കുടുംബത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ദീനിയായി ചിന്തിക്കുന്ന, ദീനിയായി പ്രവർത്തിക്കുന്ന, ദീനിൻ്റെ ഭാവി സ്വപ്നം കാണുന്ന, ദീനിൻ്റെ വക്താക്കളാക്കി നീ ഞങ്ങളെ മാറ്റണമേ റഹ്മാനെ. കൺകുളിർമയുള്ള മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന മുസ്ലിം സമുദായമുണ്ട് റഹ്മാനെ. എല്ലാം കാണുന്നവൻ നീയാണ്. കഷ്ടതകൾ നീക്കി സുഖവും സന്തോഷവും ഇരു ലോകത്തും നീ അവർക്കും ഞങ്ങൾക്കും
പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇതിന് നേതൃത്വം നൽകുന്ന, ഇത്തരം കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്ന, ഇത്തരം പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും റഹ്മത്തും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിനകത്തും നടത്താനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈ വീടിൻ്റെ ഉടമ ഇത് അനുവദിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ടാണ് റഹ്മാനെ. അത് നീ നിലനിർത്തേണമേ റഹ്മാനെ. ഇവിടെ 1.5 മണിക്കൂർ പറഞ്ഞ ഈ കാര്യങ്ങളെ പൂർണ്ണമായും കുറവില്ലാതെ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഖബറിലേക്കും അദ്ദേഹത്തിൻ്റെ പരലോക മോക്ഷത്തിനും നീ സഹായമാക്കി കൊടുക്കണമേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.